ിന്റെ 326ാമത് ദിവസമായ ഈ വെബിനാർ സെഷനിൽ ഇന്ന് നമ്മളോടൊപ്പം മലയാള വേദിയിൽ എത്തുന്നു ഡോക്ടർ ഉണ്ണി വെള്ളിയത്ത്. ഡോക്ടർ ഉണ്ണി വെള്ളിയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം നെടുമ്പാശ്ശേരിക്കും അതുപോലെ തന്നെ വടക്കൻ പറവൂരിനും ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്യുന്നു. കഴിഞ്ഞ 30 വർഷമായിട്ട് ഹോമിയോപ്പതി രംഗത്ത് വളരെ നല്ല രീതിയിൽ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹം ആധുനിക കമ്പ്യൂട്ടർ യുഗത്തിൽ തന്നെ ലാപ്ടോപ്പ് ആൾക്കാർ തുടങ്ങിയ കാലം, കമ്പ്യൂട്ടറിൽ ഹോമിയോപ്പതി റെപ്പർട്ടറൈസേഷൻ തുടങ്ങിയ കാലം മുതൽ തന്നെ അത് ഉപയോഗിക്കുകയും അതുവഴി വളരെ നല്ല രീതിയിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുമായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പതി കേരളയുടെ ഒരു പ്രധാനപ്പെട്ട ഫാക്കൽറ്റി ആയിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം വളരെ നല്ല രീതിയിൽ വർക്കുകൾ എഡിറ്റ് ചെയ്ത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് നമ്മളെയൊക്കെ ഞെട്ടിക്കുമായിരുന്നു. അതുപോലെ ഒരു വലിയ ചിന്തകൻ കൂടിയാണ് അദ്ദേഹം. നമ്മൾ ഒത്തിരി ഇന്നലെ നമ്മൾ കണ്ട ഡോക്ടർ വേണുവിൻ്റെ ഒരു പ്രകടനം, അതായത് ഹോമിയോപ്പതിയുടെ അടിസ്ഥാന തത്വങ്ങളെ കുറിച്ചുള്ള, ഹോമിയോപ്പതി എങ്ങനെയാണ് ഉണ്ടായത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശേഷം അതേപോലെ തന്നെ ഹോമിയോപ്പതിയുടെ മറ്റ് സവിശേഷതകൾ വിശദീകരിക്കാനായ ഡോക്ടർ ഉണ്ണി വെള്ളിയത്ത് വളരെ പ്രാപ്തനാണ്. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ സെഷൻ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഹോമിയോപ്പതി ഇന്ന് നേരിടുന്ന പ്രതിസന്ധികൾക്ക് എങ്ങനെ നമ്മൾ എത്തിച്ചേർന്നു, എന്തുകൊണ്ട് ഹോമിയോപ്പതിയിൽ നാം ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ എത്തി, അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ചികിത്സ എന്ന് പറയുന്നത്, ചികിത്സയുടെ തത്വശാസ്ത്രം എന്ന് പറയുന്ന ആ ഒരു സംഹിതയുണ്ട്. അപ്പൊ ചികിത്സ ഹോമിയോപ്പതി ഉണ്ട്, ആയുർവേദമുണ്ട്, അലോപ്പതി ഉണ്ട്. എന്ത് അടിസ്ഥാനത്തിലാണ് നാം ഈ ചികിത്സയൊക്കെ നടത്തുന്നത്? അപ്പൊ ആ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണ്, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഹോമിയോപ്പതി എന്തിനും മുന്നിൽ നിൽക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ അദ്ദേഹം വ്യക്തമാക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് പടക്കം പൊട്ടിക്കുന്ന പോലെ ചോദ്യങ്ങൾ ചോദിക്കാം, അദ്ദേഹം ഉത്തരം അതുപോലെ തന്നെ തരും. അതുകൊണ്ട് നല്ലൊരു സെഷനായി നമുക്ക് കാത്തിരിക്കാം. ഡോക്ടർ ഉണ്ണി വെള്ളിയത്തിനെ ഈ സെഷനായി ക്ഷണിച്ചു കൊള്ളുകയാണ്. അങ്ങക്ക് തുടരാം. നമസ്കാരം. കേൾക്കാമല്ലേ? കേൾക്കാം. പ്രിയ IFPH അംഗങ്ങളെ, എല്ലാവരും ഈ ഒരു പ്രയാണത്തിൽ സഹയാത്രികരാകുന്നു. ഞാൻ പല വേദികളിലും പല ചെറിയ എഴുത്തുകളിലുമെല്ലാം വർഷങ്ങൾക്ക് മുമ്പേ പങ്കുവച്ച ഒരു സ്വപ്നമായിരുന്നു IFPH പോലെ ഒരു കൂട്ടായ്മ. കോവിഡ് പ്രതിസന്ധി വേണ്ടി വന്നു ഇതുപോലെ ആ ഒരു സ്വപ്നം സഫലമാകാൻ. സത്യത്തിൽ GHLF എന്ന പ്രസ്ഥാനത്തെയാണ് ഞാൻ ആദ്യം നെഞ്ചിലേറ്റിയത്. അതിൻ്റെ അമരക്കാരനായിരുന്ന മിസ്റ്റർ സലാഹുദ്ദീൻ കോയ സാറിനെ ഓർക്കുമ്പോൾ പുഴകൾ ഒഴുകേണ്ടത് വൻ സാഗരത്തിലേക്കാണെന്ന പോലെ അദ്ദേഹം ആ കൂട്ടായ്മയെ IFPH-മായി അടുപ്പിക്കാനും ലയിപ്പിക്കാനും ഉള്ള പക്വതയും സഹിഷ്ണുതയും കാണിച്ചു എന്നതാണ് എനിക്ക് ഏറെ ഹൃദ്യമായത്. ഇന്ന് ലോകം മുഴുവനും ഉള്ള വിവിധ മേഖലകളിലെ ഹോമിയോപ്പതി ഡോക്ടർമാർ IFPH-മായി സഹകരിച്ച് ഈ വേദി പങ്കിടുമ്പോഴും നമ്മുടെ നാട്ടിലെ വിവിധ സംഘടനകളുടെ ഭാരവാഹികൾ ഒരു കൈയെങ്കിലും തൻ്റെ സ്വന്തം അലങ്കാര കസേരയിലെ പിടിവിട്ട് ഈ സാഗരത്തിലേക്ക് ഒന്ന് കൈനീട്ടി സ്പർശിക്കാൻ വിവേകമുണ്ടാകുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഈ അവസരത്തിൽ നമ്മളുടെ കൂട്ടുകാരായ സഹകാരികളായ ഫൈസൽ, ഫിറോസ്, ജിതി മനോജ്, ഡോക്ടർ ഷാജി കുടിയാറ്റ്, ഡോക്ടർ ഇസ്മായിൽ സേഠ്, ഡോക്ടർ ബാബുരാജ്, ഡോക്ടർ മനോജ്, ഡോക്ടർ അനിൽകുമാർ, ഡോക്ടർ ഭദ്രൻ, ഡോക്ടർ യാഹിയ, ഡോക്ടർ ബിന്ദുരാജ്, ഡോക്ടർ ഹുബർ എന്നിവരുടെ നിറഞ്ഞ സാന്നിധ്യം ആദരവോടെ ഇവിടെ കാണുകയും അവരെ സ്മരിക്കുകയും ചെയ്യുന്നു. ഒപ്പം ഒരു കേൾവിക്കാരനാകാൻ കൂടുതൽ ഇഷ്ടപ്പെട്ട് ഈ കൂട്ടത്തിൽ ഉണ്ടാകാറുള്ള എനിക്ക് ഇവിടെ സംസാരിക്കാൻ പലവട്ടം അവസരങ്ങൾ പരിചയപ്പെടുത്തിയ ഡോക്ടർ ധനേഷിനും ഡോക്ടർ ഷാജി കുട്ടിയാറ്റിനും എനിക്ക് എൻ്റെ പ്രത്യേക നന്ദി ഞാൻ ആദ്യമേ രേഖപ്പെടുത്തുന്നു. ഞാനിവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആശയം ഡോക്ടർമാർക്ക് സുപരിചിതമായിരിക്കും. ഡോക്ടർ ധനേഷ് എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച്
ഡോക്ടർമാരല്ലാത്ത കുറച്ചുപേരെ ഇതിലെ പങ്കാളികളെ ഉദ്ദേശിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. കിട്ടിയ അവസരം കൊണ്ട് ചിട്ടപ്പെടുത്തിയതിൽ വിട്ടുപോയതും മാറ്റേണ്ടതും ചർച്ചാവേളയിൽ ചൂണ്ടിക്കാണിക്കണമെന്ന് അപേക്ഷയോടെ ഡോക്ടർ ഹനിമാൻ ഹോമിയോപ്പതിയിലേക്ക് എത്തുന്നതിന്റെ നാൾവഴികൾ തിരയുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായ ഹിപ്പോക്രറ്റ്സ് വിപരീത ഔഷധ സിദ്ധാന്തത്തെയും സമാന ഔഷധ സിദ്ധാന്തത്തെയും ചികിത്സയ്ക്കായി നിർദ്ദേശിച്ചിട്ടുണ്ട്. എങ്കിലും അലോപ്പതി എന്ന പേരിൽ വിപരീത അർത്ഥഘാതി ചികിത്സ കൂടുതൽ പ്രചാരത്തിൽ വരികയായിരുന്നു. അന്നത്തെ മുൻനിര ചികിത്സാ രീതിയിൽ ബിരുദാനന്തര ബിരുദധാരിയായ ഡോക്ടർ ക്രിസ്റ്റ്യൻ ഫ്രെഡറിക് സാമുവൽ ഹനിമാൻ കുറെ നാളത്തെ ചികിത്സാ അനുഭവം കൊണ്ട് അസംതൃപ്തി തോന്നുകയും അലോപ്പതിയിലെ ചികിത്സാ തത്വം ശരിയല്ലെന്ന് മനസ്സിലാക്കി മടുപ്പ് തോന്നിയ അദ്ദേഹം ആ തൊഴിൽ ഉപേക്ഷിച്ചാണ് പുസ്തക വിവർത്തനത്തിലേക്ക് ഏർപ്പെട്ടത്. പിന്നീടാണ് സിങ്കോണ ചെടിയുടെ മാതൃസത്തിന്റെ കൈപ്പുരസം മലേറിയ സുഖപ്പെടുത്തുമെന്ന് വായിക്കാനിടയായതും അതിലെ വൈരുദ്ധ്യം മനസ്സിലാക്കി സ്വയം സിങ്കോണയുടെ മാതൃസത്ത് കഴിച്ച് പരീക്ഷണ വിധേയനായപ്പോൾ മലേറിയയ്ക്ക് സമാനമായ ലക്ഷണങ്ങൾ അനുഭവപ്പെടാൻ ഇടയായതിലൂടെ സിങ്കോണയുടെ കൈപ്പുരസമല്ല, മറിച്ച് അതിന്റെ മലേറിയയ്ക്ക് സമാനമായ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവാണ് മലേറിയയെ സുഖപ്പെടുത്തുന്നതെന്നും മനസ്സിലാക്കി തുടർന്ന് അതേ മാതൃസത്തിന്റെ കുറഞ്ഞ അളവ് മാത്ര കഴിച്ചതിലൂടെ അദ്ദേഹത്തിന്റെ അസുഖം സുഖപ്പെടുകയും ചെയ്തു. ഇത് സമാന ഔഷധ സിദ്ധാന്തം ലോകത്തിന് ഉപയോഗപ്രദമാക്കാൻ കാരണമായി അനുഭവമായി. തുടർന്ന് പ്രകൃതിയിൽ ഔഷധ പ്രയോഗത്തിലൂടെ അല്ലാതെ പ്രകൃതിദത്ത രീതിയിൽ സമാന രോഗങ്ങൾ ഒരേ സമയം സംഭവിക്കുന്നവരിൽ പ്രകൃതിദത്തമായ രീതിയിൽ സമാന രോഗങ്ങൾ ഒരേ സമയം സംഭവിക്കുന്നവരിൽ യാദൃശ്ചികമായി നീചരോഗങ്ങൾ സുഖപ്പെടുന്നതായി അദ്ദേഹത്തിന് കണ്ടെത്താനായതും മേൽ അനുഭവത്തെ ബലപ്പെടുത്തുന്നതായിരുന്നു. ഉദാഹരണം, സ്മോൾ ബോക്സ് ബാധയുണ്ടായവരിൽ അതിന്റെ സങ്കീർണയായി അന്ധത ഉണ്ടാകുന്നതായും സമാനമായി ജന്മന അന്ധത ഉള്ളവർക്ക് സ്മോൾ ബോക്സ് ബാധയേറ്റ് മരണപ്പെടാതെ സുഖപ്പെടുന്നവരിൽ അന്ധത ഭേദപ്പെടുന്നതായും തെളിവുകൾ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി. ഞാൻ ഈ കഥകൾ പറഞ്ഞതിന് പിന്നിൽ വൈദ്യരംഗത്ത് രണ്ട് തത്വശാസ്ത്രങ്ങളിലെ വൈരുദ്ധ്യങ്ങളും ഉറവിടവും തുറന്ന് വിശകലനം ചെയ്യുന്നതിന് മുന്നോടിയായാണ്. മേൽ വിവരിച്ച വൈദ്യശാസ്ത്ര തത്വങ്ങളിൽ ഒന്ന് ഹോമിയോപ്പതി, പ്രകൃതിക്ക് അനുകൂലമായ തത്വവും മറ്റൊന്ന് അലോപ്പതി, പ്രകൃതി വിരുദ്ധ തത്വവുമാണ്. ഇനി കാണേണ്ട കൗതുകകരമായ വസ്തുത പ്രകൃതി വിരുദ്ധതയ്ക്ക് കൂടുതൽ സ്വീകാര്യതയും പ്രകൃതിയോടിണങ്ങിയ തത്വസംഹിതയ്ക്ക് സ്വീകാര്യ വേണ്ടുവോളം ഇല്ലാതെ വരികയും ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നാൽ അലോപ്പതി ഒഴികെ മറ്റ് എല്ലാ വൈദ്യശാസ്ത്ര ശാഖകളും, അതായത് ആയുർവേദം, സിദ്ധ, യുനാനി, യോഗ, നാച്ചുറോപ്പതി, അക്യുപങ്ചർ, പ്രാണിക് ഹീലിംഗ്, റൈക്കി തുടങ്ങിയ പലതും പല രൂപേണ പ്രകൃതി തത്വങ്ങളായി ഇണങ്ങിപ്പോകുന്നവയാണ് താനും. എന്നിരുന്നാലും ആകർഷണീയത പ്രകൃതി വിരുദ്ധ ശാസ്ത്രത്തോട് തന്നെ. മറ്റൊരു വൈരുദ്ധ്യം ഇന്ന് കാണുന്ന പുതിയ ഉൽപ്പന്നങ്ങളിൽ, ഞാൻ ഉദ്ദേശിച്ചത് രോഗങ്ങളെയാണ്, പുതിയ രോഗങ്ങൾ ഭൂരിഭാഗവും ഈ പ്രകൃതി വിരുദ്ധതയുടെ തിരിച്ചടിയാണ്. കാരണം രാസ ഔഷധങ്ങൾ കൊണ്ട് മനുഷ്യ ശരീരത്തിന്റെ സന്തുലിത ജൈവ രസതന്ത്രം, അതായത് ഹോമിയോസ്റ്റാസിസ് നിലനിർത്തുക അപ്രാപ്യമാണ്. എന്നാൽ ജനിതകമായ രോഗങ്ങളെ പ്രതിരോധിക്കാൻ ഈ ഹോമിയോസ്റ്റാസിസ് വളരെ അത്യന്താപേക്ഷിതവുമാണ്. ഹോമിയോപ്പതിയുടെ കാര്യത്തിൽ മേൽപ്പറഞ്ഞതിനപ്പുറം ഭൗതിക ശാസ്ത്ര സിദ്ധാന്തം തിരിഞ്ഞു നിൽക്കുകയും കൂടിയാകുമ്പോൾ കൂടുതൽ വിമർശനങ്ങൾക്ക് പാത്രമാവുകയും ചെയ്യുന്നു. മരുന്നിൽ മാരക രാസകണികകൾ ഒന്നുമില്ലെന്നത് തന്നെയാണ് പ്രശ്നം. ഇത് വലിയ കുറവും വിവാദവുമാക്കുന്നു. എന്നാൽ ഫലപ്രാപ്തി ഉണ്ടെങ്കിൽ സ്വപ്നം കാണാവുന്നതിലും അപ്പുറമല്ലേ ഈ ഒരു പ്രകൃതിയുടെ വരദാനം. രണ്ട് സിദ്ധാന്തങ്ങളും ഫലം തരുന്നുണ്ടെന്നത് അനുഭവ സത്യമാണ്. എന്നാൽ ഏതാണ് കൂടുതൽ പാർശ്വഫലങ്ങളില്ലാതെ നന്മയുള്ളത് എന്നത് പലപ്പോഴും തർക്കവിഷയമാണ്. എൻ്റെ അഭിപ്രായത്തിൽ രണ്ട് വൈദ്യശാസ്ത്ര സിദ്ധാന്തങ്ങളും മേന്മയുള്ളത് തന്നെയാണ്. എന്നാൽ കൂടുതൽ ശാശ്വതമായത് പ്രകൃതിയോടിണങ്ങിയ സിമിലിയ സിബിലിബസ് ക്യൂറൻഡർ തന്നെ. എങ്കിലും എപ്പോൾ എന്ന് തരംതിരിക്കാൻ ഇനിയും സാധാരണ ജനം മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വവർഗാനുരാഗവും സ്വവർഗരതിയും പ്രകൃതി വിരുദ്ധമെങ്കിൽ എന്നതിൽ തർക്കമില്ല. കാരണം പ്രകൃതി അനുശാസിക്കുന്ന ലൈംഗികത ഓരോ വംശത്തിന്റെയും നിലനിൽപ്പിന് ആധാരമായ പ്രജനന ഉപാധിയാണ്. എന്നാൽ പ്രകൃതിയുടെ സൃഷ്ടി വൈവിധ്യങ്ങൾക്ക് സ്വകാര്യ ജീവിത അവകാശങ്ങൾ പൂർണ്ണമാക്കുന്നതിന് സ്വീകരിക്കാമെന്ന് ഇളവ് നൽകത്തക്ക വിധം നിയമത്തിൽ പോലും വഴങ്ങേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ കൂടുതൽ അത് പ്രോത്സാഹിപ്പിക്കാനാവുന്നതല്ല.
ഒരു വൈദ്യശാസ്ത്രവും പൂർണ്ണമല്ല, ഒരിക്കലും പൂർണ്ണമാവുകയുമില്ല. കാരണം പ്രവചിക്കാനാകാത്ത ചിലത് എപ്പോഴും ജനനത്തിനും മരണത്തിനും ഇടയിൽ ഉണ്ടാകും എന്നതാണ് യാഥാർത്ഥ്യ സത്യം. പരസ്പര പൂരകങ്ങളായി ചേരുമ്പോഴേ അനിശ്ചിതത്വത്തിലെ ആ അകലം കുറച്ചെങ്കിലും കുറയ്ക്കാനാകൂ. ഇതുതന്നെയാണ് കോവിഡ് നമ്മെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ നമ്മൾ പഠിക്കുന്നുണ്ടോ? ഹോമിയോപ്പതി ഡോക്ടറാവട്ടെ, ഹോമിയോപ്പതി പ്രേമികളാവട്ടെ, പരിശുദ്ധമായ വെളുപ്പിനെയും, ഞാൻ ഉദ്ദേശിച്ചത് വെളുത്ത പരിശുദ്ധമായ ഹോമിയോ ഗുളികകളെയാണ്, നൈതികമായ സുതാര്യതയെ, ഞാനിവിടെ ഉദ്ദേശിച്ചത് നിറമില്ലാത്ത വളരെ ട്രാൻസ്പെറന്റ് ആയ തുള്ളിമരുന്നിനെയാണ്, മൂർച്ചയില്ലാത്ത സ്വാന്തന സ്പർശത്തെ ഉദ്ദേശിച്ചത് ഒട്ടും ഷാർപ്പല്ലാത്ത ഉരുണ്ട ഹോമിയോ ഗുളികകളെയാണ്, സ്നേഹമുള്ള മധുര ലാളനയും ഗുളികകളുടെ മധുരമാണ് ഞാൻ ഉദ്ദേശിച്ചത്, തരുന്ന പ്രതീകാത്മകതയുടെ, പ്രകൃതി തത്വത്തിലൂന്നിയ ധാർമ്മികതയുടെ കരുതൽ കൂടി വിട്ടുപോകാൻ മനസ്സില്ലാത്തത് കൊണ്ടാകണം നിലനിൽപ്പിനപ്പുറം ഓരോ പടിയും മുന്നോട്ടെത്താൻ നാം പൊരുതുന്നത്. ഭൗതികവാദികൾക്ക് എങ്ങനെ സഹിക്കാൻ കഴിയും, എങ്ങനെ ദഹിക്കുമല്ലേ? വലിയ അളവിൽ രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടും ഭേദപ്പെടുത്താൻ കഴിയാത്ത ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ കാണാൻ ഒന്നുമില്ലാത്തത് കൊണ്ട് സുഖപ്പെടുത്തുന്നു. ആശ്ചര്യവും കൗതുകവും നിഗൂഢതയും കൊണ്ട് ശാസ്ത്രവാദികളെ പ്രകോപിപ്പിക്കുകയല്ലേ നാം ചെയ്യുന്നത്? യാഥാർത്ഥ്യത്തിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് പരിഹസിക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത്? പ്രകൃതിയെ ഇളക്കി മറിക്കുന്ന പ്രകൃതിക്ഷോഭങ്ങളും ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും പ്രളയങ്ങളും ഉണ്ടാകുന്നത് ആത്യന്തികമായി വെറും ശൂന്യതയിൽ നിന്നല്ലേ? ഒന്നുമില്ലായ്കയിൽ നിന്നുണ്ടാകുന്ന അതിന്യൂനമർദ്ദം. അതിൽ ഒരു ശാസ്ത്രീയ തത്വമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഹോമിയോപ്പതിയിലെ അഭൗതിക ശക്തിയിൽ മാത്രം ശാസ്ത്രീയ ഇല്ലാതാകുന്നത്? ഒന്ന് JCB കൊണ്ട് ചെയ്യുന്നത് നമ്മൾ കുറച്ചുകൂടി വൃത്തിയായി മറുവശത്തൊരു ശൂന്യത സൃഷ്ടിച്ച് നമ്മൾ വാക്യൂം ക്ലീൻ ചെയ്യുന്നത് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഒരിക്കൽ പൂവൻ കോഴിയോട് ഒരു ചോദ്യം ചോദിച്ചു, നിനക്ക് എത്ര ഭംഗിയുണ്ട്, പിന്നെ നിന്നെ കൊല്ലാനാണല്ലോ എല്ലാവരും ശ്രമിക്കുന്നത്, എല്ലാവർക്കും ഇഷ്ടം അത് തന്നെയാണല്ലോ. കോഴി പറഞ്ഞ മറുപടി ഇതായിരുന്നു, കൂവി ഉണർത്തുന്നവർക്കെല്ലാം ഇത് തന്നെയാണ് അനുഭവം. ശരിയല്ലേ? വ്യത്യസ്തങ്ങളായ രണ്ട് ചികിത്സാ തത്വങ്ങളിൽ നിന്ന് വ്യത്യസ്തങ്ങളായ രണ്ട് അനുഭവങ്ങളാണ് കിട്ടുന്നത്. ഒന്ന് രോഗത്തിന് ശാശ്വതമായ പരിഹാരം, മറുവശം വേഗതയുള്ള താൽക്കാലികമായ ആശ്വാസം. ഉള്ളത് ഉറപ്പായി നൽകുന്നു എന്നതിനെ അംഗീകരിക്കാതെ തരമില്ല. വേഗതയും ആശ്വാസവും മനുഷ്യന്റെ സഹനവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. കുറച്ച് കൂടുതൽ വ്യക്തമാക്കിയാൽ, സഹനശക്തി കൂടുമ്പോൾ ആശ്വാസത്തിന്റെ വേഗത കുറഞ്ഞാലും അത് പ്രതിസന്ധി ഉണ്ടാക്കുന്നില്ല. മറിച്ച് സഹനത്തിന്റെ കഴിവ് കുറയുമ്പോൾ പെട്ടെന്നുള്ള ആശ്വാസം നിർബന്ധിതമായി ആഗ്രഹിക്കുന്നു. പ്രകൃതി തത്വങ്ങളിലൂന്നിയ പ്രകൃതി മാർഗങ്ങൾ ജീവികളുടെ സ്വാഭാവിക പ്രതിരോധ സംവിധാനത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുകയും അതുവഴി സഹനശേഷി കൂടി മെച്ചപ്പെടുത്തുമ്പോൾ രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്ന ശരീരത്തിന്റെ സാധാരണ രോഗ പ്രവർത്തനങ്ങളെ താങ്ങാനും ഉൾക്കൊള്ളുവാനും വ്യക്തിക്ക് കഴിയുമാറാകുന്നു. എന്നാൽ പ്രകൃതി തത്വങ്ങൾക്ക് വിപരീതമായ രീതിയിലുള്ള ഔഷധങ്ങളുടെ അധികമായ പ്രയോഗം സഹനശേഷി കുറയ്ക്കുകയും തന്മൂലം പലവട്ടം ചികിത്സാ വിധേയമാകുന്ന വ്യക്തി കൂടുതൽ വേഗതയുള്ള ആശ്വാസം ആഗ്രഹിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. എന്നതാണ് വാസ്തവം. കുറയുന്ന സഹനശേഷി വേഗത കൂട്ടിയ ആശ്വാസം തേടിയുള്ള ചികിത്സയ്ക്ക് അടിമപ്പെടുന്നു എന്ന് സാരം. ഇതുതന്നെയാണ് പ്രകൃതി വിരുദ്ധ ചികിത്സയിൽ നിന്ന് ജനത്തെ വിട്ടുപോകാതെ ചേർത്ത് നിർത്തുന്ന രഹസ്യതന്ത്രം. മേൽപ്പറഞ്ഞ വിപരീത ചികിത്സാ ഉപാധികൾ പിൽക്കാലത്ത് രോഗത്തിന്റെ തീവ്രത വർദ്ധിക്കുന്നുണ്ടോ എന്നുകൂടി ചിന്തനീയമാണ്. ഇവിടെ തീർച്ചയായും ഉണ്ടെന്ന് തന്നെയാണ് അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. സ്വാഭാവിക പ്രതിരോധത്തിന്റെ ഭാഗമായ ലക്ഷണങ്ങൾ, അതായത് പനി എന്ന് പറയുന്നത് ജീവനുള്ള അന്യവസ്തുക്കൾ, അതായത് മൈക്രോബ്സ് നമ്മളുടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ ആ ജീവാണുക്കളെ എത്രയും പെട്ടെന്ന് ശരീരം തിരിച്ചറിഞ്ഞ് ശരീരത്തിന്റെ ചൂട് വർദ്ധിപ്പിച്ച് ഊഷ്മാവ് വർദ്ധിപ്പിച്ച് ആ ജൈവ അന്യവസ്തുവായ ജൈവ കണങ്ങളെ നശിപ്പിക്കുക എന്നതാണ് പനി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ബാക്ടീരിയ ആയാലും ഫംഗസ് ആയാലും പ്രോട്ടോസോവയായാലും എന്തുതരം ജൈവ പദാർത്ഥങ്ങളായാലും അതിനെ രോഗാണുക്കളായാലും അതിനെ കൂടുന്ന പനി കൊണ്ട് നിയന്ത്രിക്കാനും അതിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കും. ഛർദി, വയറിളക്കം, തുമ്മൽ, ചുമ, ത്വക്കിന് മേലെ ഉണ്ടാകുന്ന ചൊറിച്ചിൽ, വേദനകൾ, ഇതെല്ലാം തന്നെ ശരീരത്തിന്റെ പ്രാഥമിക പ്രതിരോധ പ്രവർത്തനമാണ്. ഛർദി എന്നാൽ എന്തെങ്കിലും നമ്മളുടെ ശരീരത്തിന് ദോഷകരമായ എന്തെങ്കിലും കഴിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ
അത് നമ്മളുടെ അന്നനാളത്തിലൂടെ പോലും ഇറങ്ങിപ്പോകുമ്പോൾ അത് അന്നനാളത്തിനെ പോലും മുറിപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന എന്തെങ്കിലും ഒരു അന്യവസ്തുവാണെങ്കിൽ അതിനെ വയറിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ, ആമാശയത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പുറന്തള്ളുന്ന ഒരു സംവിധാനമാണ് അല്ലെങ്കിൽ പ്രതിരോധമാണ് ഛർദി. വയറിളക്കം എന്നാലോ നമ്മളുടെ ആമാശയത്തിലൂടെയും കുടലിലൂടെയും ഒക്കെ കടന്നു പോയാലും അത് പ്രശ്നമില്ല. പക്ഷെ ആഗീകരണം ചെയ്താൽ മാത്രം പ്രശ്നമാകുന്ന ഒരു അന്യവസ്തു അല്ലെങ്കിൽ ഒരു രോഗമുണ്ടാക്കുന്ന വസ്തു അല്ലെങ്കിൽ കേടായ വസ്തു നമ്മളുടെ ആന്തരിക അവയവങ്ങൾ, അതായത് അന്നനാളത്തിലൂടെയും ആമാശയത്തിലൂടെയും കുടലിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അത് നമ്മളുടെ ശരീരത്തിലേക്ക് ആഗീകരണം ചെയ്യാത്ത രീതിയിൽ നമ്മളുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന ഒരു മെക്കാനിസമാണ് അല്ലെങ്കിൽ ഒരു പ്രക്രിയയാണ് വയറിളക്കമായി നമ്മൾ അനുഭവപ്പെടുന്നത്. ഇത് അന്യവസ്തുവിനെ ഛർദിപ്പിക്കണമോ അതോ വയറിലൂടെ കഴുകി വൃത്തിയാക്കണമോ എന്ന് തീരുമാനിക്കാനുള്ള ഇന്റലിജൻസും നമ്മുടെ ശരീരത്തിന് നമ്മളറിയാതെ പ്രവർത്തിക്കുന്നുണ്ട്. തുമ്മൽ, ചുമ, നേരത്തെ പറഞ്ഞ പോലെ ത്വക്കിന് മേലുണ്ടാകുന്ന ചൊറിച്ചിൽ, വേദനകൾ, വിപരീത ദിശയിൽ അടിച്ചമർത്തുന്ന എതിർദിശാ ചികിത്സകൾ ശരീരത്തിൽ ആക്രമിക്കപ്പെടുന്ന ഓരോ രോഗങ്ങളെ അതിന്റെ ആരംഭത്തിലെ കണ്ടറിയുന്ന ശരീരത്തിന്റെ ബുദ്ധി, അതായത് ഇന്റലിജൻസ് ഓഫ് ദ ബോഡി താറുമാറാക്കുന്നു. ഇതിലൂടെ വൈകി ആരംഭിക്കുന്ന പ്രതിരോധം കൂടുതൽ ശക്തമായും തീവ്രമായും നമ്മൾക്ക് അനുഭവപ്പെടുന്നു. പാരസെറ്റമോളിന്റെ നിയന്ത്രിതമല്ലാത്ത ഉപയോഗം ഇതിന് ഉദാഹരണമാണ്. അമിതമായ ഉപയോഗം രസതന്ത്രത്തെ താറുമാറാക്കുക വഴി രോഗിയുടെ സഹനശേഷിക്കപ്പുറം തീവ്രമായി രോഗം അനുഭവപ്പെടുന്നു. ഛർദിയോ വയറിളക്കമോ വേദനകളോ തൊലിപ്പുറത്തുണ്ടാകുന്ന ചൊറിച്ചിൽ പോലുള്ള സ്വാഭാവിക പ്രതിരോധത്തെ തകിടം മറിക്കുക വഴി രോഗലക്ഷണങ്ങളെ തിരിച്ചറിയാനും ഓരോന്നിനും ചേരുന്ന വിധം വിവേചിക്കാനും പ്രതിരോധിക്കാനും സാധ്യമാകാത്ത വിധം വികലമാകുന്നു. സൈറ്റോകൈൻ സ്ട്രോം പോലെയുള്ള നിയന്ത്രിതമായ അവസ്ഥകൾ ഈ വിധം സംജാതമാകുന്നതാണ്. കൃത്രിമമായി സൃഷ്ടിക്കുന്ന ഭയാശങ്കകൾ അമിതമായ മരുന്നുകളോടൊപ്പം മേൽപ്പറഞ്ഞ അവസ്ഥയ്ക്ക് തീവ്രത കൂട്ടുന്നു. സ്റ്റിറോയിഡുകൾ, ഇമ്മ്യൂണോസപ്രസന്റുകൾ മറ്റൊരു ഉറപ്പുള്ള ആയുധമാണ് എങ്കിലും മറ്റെല്ലാം പരാജയപ്പെടുമ്പോഴോ മറ്റു മാർഗങ്ങൾ ഒന്നും ഇല്ലാതെ വരുമ്പോഴോ എടുത്തറിയാവുന്ന ഒരു സർവ്വരോഗ സംഹാരിയാണ്. വാസ്തവത്തിൽ വിവിധ വൈദ്യമേഖലയിലെ എല്ലാ സാധ്യതകളും പരാജയപ്പെടുമ്പോൾ മാത്രം സഹനത്തിന്റെ എല്ലാ അതിരുകളും ഭേദിക്കുമ്പോൾ യുക്തിപരമായി ഉപയോഗിക്കാവുന്ന ഒത്തിരി പാർശ്വഫലങ്ങളുള്ള രാസസംയുക്തങ്ങളാണ് മേൽപ്പറഞ്ഞത്. എന്നാൽ വൈദ്യലോകത്തെ ഇത് അശ്രദ്ധം ഉപയോഗിക്കുന്നു. ഇനി മറ്റൊരു ചികിത്സാ മാർഗം ശസ്ത്രക്രിയകളാണല്ലോ. അത്യാഹിത സ്വഭാവമുള്ള പല ശസ്ത്രക്രിയകളും ജീവന്റെ താൽക്കാലിക നിലനിൽപ്പിന് വേണ്ടതാണെന്ന തിരിച്ചറിവോടെ ഈ രംഗത്ത് വന്ന അതിനൂതന സാങ്കേതികകൾ രോഗികളുടെയും വൈദ്യസമൂഹത്തിന്റെയും ആത്മവിശ്വാസം കൂട്ടിയിട്ടുണ്ടെന്നത് സത്യമാണ്. എങ്കിലും തിരിച്ചറിയേണ്ട മറുവശം കൂടിയുണ്ട്. പല ശസ്ത്രക്രിയകളും ശരീരത്തിന്റെ പ്രകൃതിയാലുള്ള പ്രതിരോധ സൂചനകളെ തുരങ്കം വയ്ക്കുന്നതാണ്. കൂടുതൽ മനസ്സിലാക്കുന്നതിന് വിശദമായി തന്നെ പറയേണ്ടിയിരിക്കുന്നു. അടിക്കടി ഉണ്ടാകുന്ന ടോൺസിലൈറ്റിസ് ഒരു ഉദാഹരണമായി എടുക്കാം. ടോൺസിലൈറ്റിസ് ശരീരത്തിൽ തൊണ്ടയിൽ ഇരുവശത്തും സ്ഥിതി ചെയ്യുന്ന 2 ലിംഫ് ഗ്രന്ഥികളാണ്. എന്താണ് ഇതിന്റെ ധർമ്മം? ആധുനികർ പറയുന്നത് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല, അത് എടുത്തു കളയാമത്രേ. എന്നാൽ ഒരു സമഗ്ര ആരോഗ്യ ചിന്തയിലൂടെ ഒരു വിശദീകരണം നോക്കാം. ശരീരത്തിന്റെ ഉള്ളിലുള്ളതും കൂടുതൽ പ്രധാനപ്പെട്ടതുമായ ഏതോ ഒരു ഗ്രന്ഥിയിൽ ഗൗരവമുള്ള ഒരു രോഗം വരാനിരിക്കുന്നു എന്ന സൂചനയാണ് പ്രാഥമിക പ്രതിരോധ പ്രവർത്തനത്താൽ ടോൺസിലൈറ്റിസ് ആയി അവതരിക്കുന്നത്. ശരീരത്തിൽ പ്രാധാന്യമുള്ളതും അല്ലാത്തതുമായ നിരവധി ഗ്രന്ഥികളുണ്ട്. പിറ്റ്യൂട്ടറി മുതൽ ടോൺസിൽ വരെ എന്ന് പറയാം. ഇതിൽ ഒരു വ്യക്തിയുടെ ജനിതകമായ രോഗസാധ്യതകളെ ബാധിക്കുന്ന, പിൽക്കാലത്ത് ക്യാൻസർ വരെയാകുന്ന ഒരു രോഗവിധേയത്വം ശരീരം അതിന്റെ പ്രാഥമിക പ്രതിരോധ പ്രവർത്തനത്താൽ പുറത്തുനിന്ന് കാണാവുന്നതും താരതമ്യേന അപ്രധാനതുമായ ഒരു ഗ്രന്ഥിയെ ബാധിക്കുക വഴി പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയിലെ രോഗാവസ്ഥയെ സമഗ്രമായി പുറത്തുനിന്ന് കണ്ട് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ അവസരമൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒരു ഹോമിയോപ്പതി ഡോക്ടർക്ക് സമഗ്രമായ രീതിയിൽ ഭേദപ്പെടുത്താവുന്നതാണ്. ചികിത്സയിലെ സമഗ്രത എന്നാൽ രോഗത്തിന്റെ ആത്യന്തികമായ കാരണത്തെ ചികിത്സിക്കുക എന്നതാണ്. നീചരോഗങ്ങളിൽ അടിസ്ഥാന കാരണം ജനറ്റിക് അല്ലെങ്കിൽ എപ്പിജനറ്റിക് ആണ്. അത് ഏതാണ്ട് 120 ലക്ഷം കോടി കോശങ്ങളുടെ ന്യൂക്ലിയസിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് തന്നെയാണ് രോഗത്തിലും അല്ലാതെയും പ്രതിഫലിക്കുന്ന വ്യക്തി പ്രത്യേകതകൾക്ക് കാരണം. ഇവിടെ രോഗിയുടെ വ്യക്തി പ്രത്യേകതകളെ ചികിത്സാ വിധേയമാക്കുമ്പോൾ ശരീരത്തിലെ എല്ലാ കോശ സമൂഹവും ഒരേ സമയം ചികിത്സയ്ക്ക് വിധേയപ്പെടുന്നു. ഭൂമുഖത്ത് രോഗാണുക്കളും മറ്റു ജീവജാലങ്ങളും ഓരോന്നിന്റെയും നിലനിൽപ്പിനായി പൊരുതുമ്പോൾ കൃത്രിമമായ ഓരോ പുതിയ ആയുധങ്ങൾക്ക് മേലെയും സ്വാഭാവിക നിലനിൽപ്പിന്റെ പ്രതിരോധമായി രോഗങ്ങൾക്ക് പരിണാമങ്ങൾ അല്ലെങ്കിൽ മ്യൂട്ടേഷൻസുകൾ സംഭവിക്കുന്നു. എന്നാൽ
രോഗത്തോടുള്ള ചെറുത്തുനിൽപ്പിൽ രാസ ഔഷധങ്ങൾ മുൻനിരയിൽ നേരിട്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പ്രതിരോധ സംവിധാനം ആദ്യം നോക്കുകുത്തിയാകുകയും ശേഷം മടിയന്മാരാകുകയും ചെയ്യുന്നു. തലവേദനയുള്ളവൻ ന്യൂറോളജിസ്റ്റിനെ കാണുന്നു, വെള്ളപ്പാണ്ടുള്ളവൻ അല്ലെങ്കിൽ സോറിയാസിസ് ഉള്ളവൻ ത്വക്ക് രോഗ വിദഗ്ധനെ കാണുന്നു, മൂത്രത്തിൽ കല്ലുള്ളവൻ കിഡ്നി സ്പെഷ്യലിസ്റ്റിനെ കാണുന്നു, തുടർച്ചയായ അണുബാധയ്ക്ക് തുടരെ ആന്റിബയോട്ടിക്കുകൾ എഴുതുന്നു, കഴിക്കുന്നു. PCODക്ക് മെറ്റ്ഫോമിനും ഗ്ലൈസിഫേജും തീറ്റിക്കുന്നു. പ്രകൃതിവിരുദ്ധ ചികിത്സയുടെ പ്രാകൃത രൂപങ്ങൾ ഇവ എല്ലാം നമുക്ക് അനുഭവത്തിൽ കാണാവുന്നതാണ്. കാരണം എപ്പോഴും തലവേദനയുള്ളവൻ ന്യൂറോളജിസ്റ്റിനെ തന്നെ എപ്പോഴും കാണുന്ന, അല്ലെങ്കിൽ ആ ഒരു സമ്പ്രദായം എപ്പോഴും തലവേദന ന്യൂറോളജിക്കൽ മാത്രമല്ല പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതാണ്. പക്ഷെ എങ്കിലും നമ്മളുടെ ഇന്നത്തെ ഒരു സംസ്കാരം ആ രീതിയിലായി പോകുന്നു. അതുപോലെ തന്നെ വെള്ളപ്പാണ്ട്, സോറിയാസിസ് തുടങ്ങിയ രോഗങ്ങൾ ത്വക്ക് രോഗ വിദഗ്ധനാണ് ചികിത്സിക്കുന്നത്. പക്ഷെ യാഥാർത്ഥ്യത്തിൽ അത് ത്വക്കിന്റെ മാത്രം രോഗമാണോ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം അത് ത്വക്ക് രോഗമല്ല എന്ന്. അങ്ങനെ PCODക്ക് നമ്മൾ പലരും തുടർച്ചയായി കഴിക്കുന്ന ഇത് കാണാം. PCOD എന്ന് പറയുന്നത് അണ്ഡാശയത്തിൽ ഉണ്ടാകുന്ന ചെറിയ മുഴകൾ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്. ഇതിന് ഷുഗറിന് ഉപയോഗിക്കുന്ന മെറ്റ്ഫോമിനും ഗ്ലൈസിഫേജും ധാരാളം കഴിക്കുന്ന രോഗികളുണ്ട്. അറിവില്ലാതെയില്ല തിന്നുകൊണ്ടേയിരിക്കുന്ന രോഗികളുണ്ട്. സംഗ്രഹിക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു നടക്കാത്ത സ്വപ്നം കൂടി ഇവിടെ വെറുതെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സംഗ്രഹത്തിലേക്ക് കടക്കാം. സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെ റിസപ്ഷനുകളിൽ ഏതു സ്പെഷ്യാലിറ്റിയിലേക്ക് എന്ന് പറഞ്ഞു വിടുന്ന ഒരു മാർഗനിർദ്ദേശം നൽകുന്ന കൗൺസിലിംഗ് ഡെസ്കുകളുണ്ട്. സമാന രൂപേണ വ്യത്യസ്ത വൈദ്യശാസ്ത്രങ്ങളെ പറ്റി പ്രാഥമികമായ അക്കാദമിക് കഴിവുകളും വിദ്യാഭ്യാസ യോഗ്യതയുമുള്ളവരെ സമൂഹത്തിൽ സൃഷ്ടിക്കേണ്ടതും അവരുടെ നിർദ്ദേശങ്ങൾക്കനുസൃതം ചികിത്സാ രീതികൾ തിരഞ്ഞെടുക്കാനാകുന്നതിനും അവരുടെ മാർഗനിർദ്ദേശങ്ങൾ എടുക്കാവുന്ന ഒരു സംവിധാനം ഉണ്ടാകുക എന്നതാണ് എൻ്റെ സ്വപ്നം. സ്വാധീനിക്കപ്പെടാത്ത, പണത്തിനാൽ സ്വാധീനിക്കപ്പെടാത്ത അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകട്ടെ. ഭരണ സംവിധാനങ്ങളുടെ തലപ്പത്ത് വ്യത്യസ്ത വൈദ്യശാസ്ത്ര ശാഖകളിൽ എല്ലാം തന്നെ വിദ്യാഭ്യാസ യോഗ്യതയുടെ എല്ലാ വൈദ്യശാസ്ത്ര ശാഖകളുടെയും അറിവിൽ, അതായത് എല്ലാ വൈദ്യശാസ്ത്ര ശാഖകളും പഠിച്ചവർ, അതായത് ഹോമിയോപ്പതി ആയാലും ആയുർവേദവും അതേപോലെ തന്നെ അലോപ്പതിയും എല്ലാത്തിലും ഡിഗ്രിയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരുടെ നിർദ്ദേശങ്ങളും സേവനങ്ങളും ഉണ്ടാകത്തക്ക ഉള്ളൊരു സംവിധാനം ഉണ്ടാകട്ടെ എന്നുകൂടി പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായങ്ങളിലേക്ക് ഞാൻ ഈ കൂട്ടായ്മയെ ക്ഷണിക്കുന്നു. വളരെ കാര്യപ്രസക്തിയുള്ള വളരെ ശക്തമായ ഒരു അവതരണം തന്നെയായിരുന്നു നമ്മുടെ ഇവിടെ ഡോക്ടർ ഉണ്ണി വെളിയത്ത് നടത്തിയത്. പ്രധാനമായും അദ്ദേഹം പറഞ്ഞ അവസാനം നിർത്തിയ പോയിന്റിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അതായത് ഇപ്പൊ തന്നെ കേന്ദ്ര ഗവൺമെന്റ് അലോപ്പതി ഡോക്ടർമാര് ഹോമിയോപ്പതി, ആയുർവേദം എന്നിവ പഠിക്കുന്നതിന് അതിലേതെങ്കിലും ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാമെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ചത്തെ ട്രെയിനിങ് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അതിൽ എന്തോ വലിയ തെറ്റുണ്ട്, അത് ആവശ്യമില്ല, ഞങ്ങളെല്ലാം തികഞ്ഞവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട, ഞങ്ങൾ ഇതിൽ വിട്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ വലിയൊരു നിർണായകമായ സമയം വളരെ നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞ് വ്യാധി പിടിച്ച് സമരത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരറിവും ചെറുതല്ല. അത് ആദ്യം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എവിടെയൊക്കെ അറിവ് നമുക്ക് കിട്ടുന്നോ ആ അറിവുകളെല്ലാം നമുക്കൊരു മുതൽക്കൂട്ടാകുക തന്നെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഹോമിയോപ്പതി മുഴുവൻ പഠിക്കാൻ ഈ പറഞ്ഞ പോലെ ഒരാഴ്ച കൊണ്ടോ ആയുർവേദം പഠിക്കാൻ ഒരാഴ്ച കൊണ്ടോ ആർക്കും ആവില്ല. അതൊരു സത്യമാണ്. പിന്നെ എന്താണ് ഇവിടെ നടക്കുന്നത്? ഹോമിയോപ്പതി ഡോക്ടർമാർ രോഗികളെ തന്നെയാണോ ചികിത്സിക്കുന്നത്, അതോ മന്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്നുള്ള സത്യം നേരിട്ട് അവർക്ക് ബോധ്യപ്പെടാൻ ഒരു അവസരമാണ് ഈ ഒരു ബില്ല് കരടിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സാധ്യതകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് ഒരു അവസരം കൂടിയായി ഡോക്ടർ ഉണ്ണി വെളിയത്തിന്റെ ഈ പ്രഭാഷണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ സഹപ്രവർത്തകരും ഹോമിയോപ്പതി ലവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ ചോദ്യങ്ങൾ ചോദിക്കാനും അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനും ഒക്കെ എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഭദ്രൻ സാറിൽ നിന്ന് തുടങ്ങാം. നന്ദി ഡോക്ടർ സനേഷ് തന്ന അവസരത്തിന് വളരെ നന്ദി. ഡോക്ടർ ഉണ്ണി വെളിയത്തിന്റെ പ്രസന്റേഷൻ വളരെ
ഇറങ്ങിച്ചെല്ലുന്ന ജനങ്ങൾക്ക് ഇറങ്ങിച്ചെല്ലുന്ന ലളിതമായ മലയാളം നമുക്ക് എളുപ്പം മനസ്സിലാക്കുവാൻ സാധിക്കില്ലാണ് ഡോക്ടർ ഉണ്ണിയുടെ അടുത്ത് അവതരിപ്പിച്ചത്. രോഗ കാരണങ്ങളിലെ സങ്കീർണതകൾ ലളിതമായി എല്ലാവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന രീതിയിലായിരുന്നു പ്രതിപാദനം. രോഗങ്ങളുടെ ജനിതക വ്യക്തമായി ഉദ്ധരിച്ചത് വളരെ ശ്രദ്ധേയമായി. ഇത് ജനങ്ങൾക്ക് ഹോമിയോപ്പതി സാറിന്റെ നെറ്റ് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. സാറിന് അവസരം പിന്നീട് തരാം. നമുക്ക് ശ്രീധരൻ കുറുപ്പ് സാറിലോട്ട് പോവാം. സാധാരണ ജനങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ. ഡിസ്റ്റർബൻസ് ഉണ്ട് കേൾക്കാൻ പറ്റുന്നില്ല. അടുത്ത ആളെ വിളിക്കും. സാറേ, ഡിസ്റ്റർബൻസ് ഉണ്ട്. സാറിന് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുമോ? ഒന്നുകൂടെ എന്താ വലിയ ഡിസ്റ്റർബൻസ് കേൾക്കുന്നുണ്ട്. കേൾക്കാൻ പറ്റുന്നില്ല സാർ. നമുക്ക് അടുത്ത് ഷാജി കുടിയൻ സാറിനെ വിളിക്കുകയാണ്. താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഇത് ഇങ്ങനെ ഒരു അവസരം തന്നതിന് നന്ദി. വളരെ സന്തോഷമുണ്ട് ഡോക്ടർ ഉണ്ണി വെളിയത്തിന്റെ ഈ പ്രഭാഷണം കേൾക്കുന്നതിന്. പക്ഷെ അദ്ദേഹത്തിന്റെ തത്വചിന്തയിൽ അധിഷ്ഠിതമായ പല എഴുത്തുകളും ഈ ഫേസ്ബുക്കിലൂടെ കണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അന്നു മുതൽ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ദാർശനികതയെ, അദ്ദേഹത്തിന്റെ ആ ചിന്താശക്തിയുടെ പ്രാധാന്യവും അതിലെ ആത്മാർത്ഥതയും സത്യസന്ധതയും അത് സമൂഹത്തിൽ പ്രതിഫലിക്കേണ്ട ആവശ്യകതയും തിരിച്ചറിയുകയും നമ്മൾ ഇതിക്ക് മുമ്പ് ഞാൻ ഡോക്ടർ ഉണ്ണി വെളിയത്തിന്റെ പ്രഭാഷണങ്ങൾ പ്രസന്റേഷൻ നമ്മുടെ ഫോറത്തിൽ നടത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഇന്നും നടത്തിയത് വളരെ തത്വാധിഷ്ഠിതമായ ഒരു ദാർശനിക ചിന്തകളാണ്. അത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ളതാണ്. ഈ ചിന്തകൾ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്നത്തെ സമൂഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചിന്തിക്കാതെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യാനില്ല. അപ്പൊ അത് ഒത്തിരി ദൂഷ്യങ്ങൾ വന്നതിനുണ്ട്. ആ ദൂഷ്യങ്ങൾ വന്നതിന് ശേഷം തിരിച്ചറിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ള സത്യം സമൂഹം തിരിച്ചറിയേണ്ടത്. അപ്പോ അന്ധമായിട്ട് ബ്ലൈൻഡായിട്ടുള്ള ഫോളോവിങ് ആണ് ഇന്ന് നടക്കുന്നത്. ഈ നാട്ടിലൊരു ചൊല്ലുണ്ട്, എന്താണ്, നാടോടുമ്പോ നടുവി ഓടുക. പക്ഷെ അത് പലപ്പോഴും ചില കാര്യങ്ങൾ അത് വലിയ ആപത്തിലോട്ട് കൊണ്ടു ചാടിക്കും. നമ്മൾ പ്രത്യേകിച്ച് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഇന്ന് നമ്മൾ സ്വയം നമ്മുടെ കോമൺ സെൻസും കൂടെ അപ്ലൈ ചെയ്ത് കാര്യങ്ങളെ വിശകലനം ചെയ്ത് നമ്മൾ കാര്യങ്ങൾ നടത്തിയില്ലെങ്കിൽ വഞ്ചിതരാകുന്ന ഒരു സ്ഥിതിവിശേഷമുള്ളത്. കാരണം ഇന്ന് ലോകത്തിലെ സ്ഥിതിവിശേഷം നമ്മൾ ധരിച്ചിരിക്കുന്നത് പോലെ മനുഷ്യസ്നേഹമുള്ള, മനുഷ്യനോട് ആദരവ് പ്രകടിപ്പിക്കുന്ന, മനുഷ്യന്റെ ആരോഗ്യകാര്യങ്ങളിൽ വളരെ താല്പര്യമുള്ളവരാൽ നയിക്കപ്പെടുന്നതല്ല. ഇന്നത്തെ ലോകത്ത് ആരോഗ്യം ഒരു കച്ചവടമാക്കി ലാഭം കൊയ്യുക എന്നുള്ള ഏക ലക്ഷ്യത്തോടെ എന്ത് ക്രൂരതയ്ക്കും എന്തും ചെയ്യാൻ മടി കാണിക്കാത്ത ഒരു സ്ഥിതിവിശേഷത്തിലാണ് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടത്. പണ്ട് ഡോക്ടർമാരെ ദൈവമായി കണ്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് പലപ്പോഴും ഡോക്ടർമാര് നല്ലൊരു ശതമാനം അങ്ങനെയാണെങ്കിലും ഇന്നത്തെ കച്ചവട താല്പര്യങ്ങളുടെ ആ ഒരു കുത്തൊഴുക്കില്
അവര് വരുത്തി വച്ചിരിക്കുന്ന ആ ഒരു ചട്ടക്കൂട് ആത്മാർത്ഥതയുള്ള ഡോക്ടർമാർക്ക് പോലും മിഴിച്ചു നിൽക്കാനേ സാധിക്കുന്നുള്ളൂ. അത് ആർക്കും അതിൻ്റെ അകത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മൾ സ്വയം നമ്മുടെ കോമൺ സെൻസും നമ്മുടെ അറിവുകളും മറുവശത്തെ തിരിച്ചറിയാനും കേൾക്കാനും പഠിക്കാനുമുള്ള ഒരു ആത്മാർത്ഥത അല്ലെങ്കിൽ ശ്രമം എല്ലാവരും സ്വയം നടത്തിയില്ലെങ്കിൽ നമ്മൾ വഞ്ചിതരാകും, കുഴിയിൽ ചാടും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. അത് ഈ കാലഘട്ടം തിരിച്ചറിയേണ്ട ഒരു സത്യമാണ്. ആ സത്യം നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഈ കാലഘട്ടം, നമ്മൾ കടന്നു പോകുന്ന ഈ കാലഘട്ടം അതീവ ശ്രദ്ധയോടെ കടന്നു പോകേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പോൾ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വിവേകത്തോടെ മാത്രം പോകുക എന്ന് മാത്രമേ വളരെ ജനറലായിട്ട് എനിക്ക് പറയാനുള്ളൂ. ശ്രീ ഉണ്ണി വെളിയത്തിന്റെ ഈ പ്രഭാഷണം അങ്ങനെയുള്ള ദാർശനിക ചിന്തകൾക്ക് ഒരു വലിയ ഇടം നൽകി വലിയൊരു ചിന്താധാരയിലോട്ട് നയിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അദ്ദേഹം നമ്മുടെ ഫോറത്തിൽ വന്ന് അദ്ദേഹത്തിന്റെ ചിന്തകൾ നമ്മളുമായി പങ്കുവച്ചതിന് വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ സന്തോഷത്തോടെ അത് കേൾക്കുകയും ചെയ്തു. എല്ലാവർക്കും അത് വളരെ സംതൃപ്തി നൽകിയെന്ന് ധരിക്കുന്നു. താങ്ക് യു ഡോക്ടർ ഉണ്ണി. ശ്രീ ഫിറോസ് ഖാൻ. ഹലോ, ഫിറോസ് എവിടെ? ഉണ്ടായിരുന്നു, ഇപ്പം ഡ്രോ ചെയ്തായിരുന്നു. ഹലോ, നമുക്ക് ഹരിഹരൻ സാറിലോട്ട് പോവാം. സാറിന് സംസാരിക്കാം. ഹരി സാർ അവിടെ നിന്ന് അൺമ്യൂട്ട് ചെയ്യൂ. സാറിന്റെ സൈഡിൽ നിന്ന് അൺമ്യൂട്ട് ചെയ്യണം. കേൾക്കാൻ പറ്റുന്നില്ല സാർ. സാർ അവിടെ നിന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കൂ. ഇപ്പൊ അൺമ്യൂട്ട് ആയി, സാർ സംസാരിക്കൂ. ഹലോ, കേൾക്കാമോ? ഡോക്ടറുടെ ആ ഫിലോസഫിക്കൽ അപ്രോച്ച് ഞാൻ ശ്രദ്ധിച്ചു കേട്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം വാസ്തവത്തിൽ നമ്മുടെ അലോപ്പതി സുഹൃത്തുക്കളും മനസ്സിലാക്കും. എന്താന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തെ നമ്മൾ നോക്കുമ്പോൾ ഗ്രോസ് ആയിട്ടും മാത്രമേ അവർ കാണുന്നുള്ളൂ. പ്രപഞ്ചത്തെ തന്നെ ഗ്രോസ് ആയിട്ടേ കാണുന്നുള്ളൂ. അപ്പം പ്രപഞ്ചത്തെ ഞാൻ പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും A to Z, കല്ലാണെങ്കിലും മണ്ണാണെങ്കിലും എന്താ ജീവജാലങ്ങളാണെങ്കിലും വൃക്ഷങ്ങളാണെങ്കിലും അവരെ മനുഷ്യരാണെങ്കിലും എല്ലാം അതിനെ അവർ ഗ്രോസ് ആയിട്ടേ കാണുന്നുള്ളൂ. വാസ്തവത്തിൽ ഈ ഗ്രോസ് നമ്മൾ അനലൈസ് ചെയ്ത് വരുമ്പോൾ അതിനകത്തൊരു സട്ടിലായിട്ടൊരു പാർട്ടുണ്ട്. ഈ സട്ടിൽ പാർട്ട് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ സട്ടിലിന്റെ മാനിഫെസ്റ്റേഷൻ ആണ് ഗ്രോസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ, ഞാൻ ഹോമിയോപ്പതി തന്നെ എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ബെൽഡോണ പ്ലാന്റ് എടുക്കുമ്പോൾ നമ്മൾ നോക്കി കാണുമ്പം അത് ബെൽഡോണ പ്ലാന്റ് ആയിട്ടാണ്, ഇങ്ങനെ ഒരു പ്ലാന്റ് ആയിട്ടാണ് നമ്മൾ കാണുക. അത് അതിന്റെ ഗ്രോസ് ആണ്. പക്ഷേ അത് അനലൈസ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ആൽക്കലോയിഡ്സിനും അപ്പുറം ഒരു സട്ടിലായിട്ടുള്ളൊരു ഭാഗമാണ്. വാസ്തവത്തിൽ ആ സട്ടിലായിട്ടുള്ള ഭാഗത്തിന്റെ മാനിഫെസ്റ്റേഷൻ ആണ് ഈ ബെൽഡോണ പ്ലാന്റ്. ഏത് പ്ലാന്റ് എടുത്താലും അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ കാര്യവും. ഇപ്പൊ ഞാൻ ഉണ്ണിയെ കാണുമ്പം ഉണ്ണിയുടെ രൂപമായി മാത്രമേ ഞാൻ ഇതിനകത്ത് കാണുന്നുള്ളൂ. പക്ഷേ ഉണ്ണിയുടെ നമ്മൾ അനലൈസ് പോകുമ്പം ഉണ്ണിക്കുള്ളിൽ ഒരു സട്ടിലായിട്ടൊരു പാർട്ടുണ്ട്. ആ സട്ടിലായിട്ടുള്ള പാർട്ടിന്റെ മാനിഫെസ്റ്റേഷൻ ആണ് ഉണ്ണി എന്ന് പറയുന്നത്. ഇപ്പം ഹോമിയോപ്പതിക് മെഡിസിനും ഇതുപോലെ തന്നെ. നമ്മൾ സൈലീഷ്യ എടുത്ത് കൊടുക്കുമ്പോൾ സൈലീഷ്യ എന്ന് പറയുന്ന ആ മെഡിസിന്റെ സട്ടിൽ പാർട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോ
ആ വ്യക്തിയില് നമ്മൾ കൊടുക്കുന്ന ആളിന്റെ ഉള്ളിലെ സട്ടിൽ ആയിട്ടുള്ള അവിടാണ് ഈ മെഡിസിൻ ആക്ട് ചെയ്യുന്നത്. പിന്നെ ഡോക്ടർ പറഞ്ഞ ഒരു ഭാഗം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല, കാര്യം വേറെ ആൾക്കാരൊക്കെ പറയാനുണ്ടാവും, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഹോമിയോസ്റ്റേസിസ് എന്ന് ഡോക്ടർ പറഞ്ഞു. അതൊരു വലിയ ട്രൂത്താണ് ഹോമിയോസ്റ്റേസിസ് എന്ന് പറയുന്നത്. ഹോമിയോസ്റ്റേസിസ് ഇതുമായിട്ട് ഞാൻ ലിങ്ക് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ അന്റാർട്ടിക്കയിൽ പോകുവാന്നിരിക്കട്ടെ, എൻ്റെ 98.4 ആണ് എൻ്റെ ടെമ്പറേച്ചർ. എൻ്റെ നോർമൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 98.4 ആണെങ്കിൽ, ഈ അന്റാർട്ടിക്ക ചെന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എൻ്റെ ടെമ്പറേച്ചർ ആ 98 തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അതായത് ഹോമിയോസ്റ്റേസിസ് ആണ്. അതായത് എൻ്റെ ശരീരം നോർമലിലേക്ക് വരും. അപ്പൊ എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാം ഈ ജീവികൾക്കും ഈ നോർമലിലേക്ക് വരാൻ ഒരു ടെൻഡൻസി, നോർമലിലേക്ക് വരാൻ, അതായത് ഞാൻ നോർമലിലേക്ക് എനിക്ക് വരണം എന്നും പറഞ്ഞൊരു ടെൻഡൻസി എപ്പോഴും ഉണ്ട്, എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. അത് ഡിറൈൻ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നോർമലിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവിടെ ചെയ്യേണ്ട അലോപ്പതിക്കാർ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ, അവരുടേതായിട്ടുള്ള രീതിയിൽ അത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ബോഡി വളരെ പ്രയാസപ്പെട്ട് തന്നെ നോർമലിലേക്ക് വരാൻ ശ്രമിക്കും. പക്ഷേ ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റിനുള്ള ഗുണം എന്താന്ന് വെച്ചാൽ, നാച്ചുറൽ ആയിട്ട് തന്നെ നമ്മൾ ഈ മെഡിസിൻ ഉപയോഗിക്കുമ്പോൾ ഈ സട്ടിലായിട്ട് ആക്ട് ചെയ്യുകയും ആ ബോഡി ഓട്ടോമാറ്റിക് ആയിട്ട് അത് നോർമലിലേക്ക് വരികയും ചെയ്യും. അതാണ് പെർമനന്റ് ക്യൂർ എന്ന് പറയുന്നത്. മറ്റേത് പാർഷ്യൽ ക്യൂർ ആണ്. അവിടെ പല തടസ്സങ്ങളും ഉണ്ടാവും, അത് അവിടെ കെട്ടിക്കിടക്കും, അത് പിന്നെയും അബ്നോർമലിലേക്ക് പോകാനുള്ള ചാൻസ് എപ്പോഴും കാണിക്കും. പക്ഷേ ഹോമിയോപ്പതി ക്യൂറിങ് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, അത് നോർമലിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ സസ്റ്റെയിൻ ചെയ്യും. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് ഞാൻ കാണുന്നു. അതുകൊണ്ട് ഈ സട്ടിൽ ആസ്പെക്റ്റിനെ കുറിച്ച് ഈ അലോപ്പതി ഡോക്ടർമാര് ബോധവാന്മാരാകാത്തിടത്തോളം കാലം അവര് നമ്മളെ എപ്പോഴും അവഗണിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇങ്ങനൊരു സട്ടിൽ പാർട്ട് ഉണ്ടെന്നും പറഞ്ഞ് ഉള്ളത് അത് ശാസ്ത്രമാണ്, അല്ല ഞാൻ വെറുതെ പറയുന്നതല്ല. ഈ സട്ടിൽ ആസ്പെക്ട് ഉള്ളതെന്ന് പറയുന്നത് ശാസ്ത്രമാണ്. നമ്മള് ഇപ്പൊ തന്നെ കണ്ടില്ലേ, ദൈവഗണങ്ങൾ വരെ എത്തിക്കഴിഞ്ഞു. അതൊരു സട്ടിൽ പാർട്ടാണ്. അത് നോക്കുമ്പോൾ തന്നെ ചേഞ്ച് ചെയ്യുന്നതാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. നോക്കുമ്പോൾ തന്നെ കാപ്രയുടെ പുസ്തകത്തിൽ പറയുന്ന അങ്ങനെയാണ് പറയുന്നത്. അതായത് നോക്കുമ്പോൾ തന്നെ അത് ചേഞ്ച് ചെയ്യുന്നു, അതിനെ പിടികിട്ടാതെ വരുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ദൈവഗണമാണെന്ന് പറഞ്ഞത്. ഇതുപോലെ എന്നിട്ട് അത് സൂക്ഷ്മദർശിനിയിലൂടെയോ നാനോ പാർട്ടിക്കിൾസിന് അപ്പുറം ഉള്ള ഒരു വിശേഷമാണത്. അതിന്റെ മാനിഫെസ്റ്റേഷൻ ആണ് ഈ പ്രപഞ്ചം, അതിന്റെ മാനിഫെസ്റ്റേഷൻ ആണ് നമ്മുടെ ശരീരം. അപ്പൊ ആ സട്ടിൽ പാർട്ടിൽ ആക്ട് ചെയ്യുന്ന മെഡിസിൻ ആണ് നമ്മുടെ ഹോമിയോപ്പതിക് മെഡിസിൻ. അത് കണക്കാക്കിയിട്ട് അത് അവർക്ക് മനസ്സിലാകാത്തിടത്തോളം കാലം അവർ ഗ്രോസ് ആയിട്ടുള്ളത് മാത്രം ചിന്തിച്ചോണ്ടിരിക്കുന്നു. ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ ഒരാഴ്ചത്തെയോ 2 ആഴ്ചത്തെയോ ക്ലാസ് കൊണ്ടൊന്നും അവർക്കത് മനസ്സിലാവില്ല. അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള പവർ ഉണ്ടാവണം. അപ്പം ഈ അലോപ്പതിക് ഇതിനകത്ത് തന്നെ ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള ഡോക്ടർ വലിയത്താനെ പോലുള്ള ഡോക്ടർ, വലിയ ഡോക്ടർമാർ, അവരെല്ലാം ഇത് അംഗീകരിക്കുന്നുണ്ട്. ഈ താഴേക്കടയിലുള്ള ഡോക്ടർമാർ മാത്രമാണ് ഇത് അംഗീകരിക്കാത്തത്. അവര് ബോധപൂർവ്വം അത് മറച്ചു വെച്ചിരിക്കുക. കാര്യം എന്താന്ന് വെച്ചാൽ അവർക്ക് വേറെ പലതും അതിനകത്ത് സാധിക്കാനുണ്ട്. അതുകൊണ്ടാണ്, അല്ലാതെ അവർക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. പിന്നെ ബോധപൂർവം നിൽക്കുന്നവരുണ്ട്, അവർ നിന്നോട്ടെ. പക്ഷെ ഇങ്ങനെ ഒരു സട്ടിൽ അവസ്ഥയുണ്ടെന്ന് ബോധ്യമാകുമ്പോൾ ഇവർ പോലും ഹോമിയോപ്പതിയെ അവലംബിച്ചുകൊണ്ട് വരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഓക്കെ, എനിക്ക് ഒരു അവസരം തന്നതിന് ഞാൻ നന്ദി പറഞ്ഞു. ഡോക്ടർ ഉണ്ണി വല്യത്തിന് ഡോക്ടർ ഭദ്രനും അതുപോലെ തന്നെ ശ്രീധരക്കുറുപ്പും സംസാരിച്ചിട്ട് നമ്മൾക്ക് പൂർണ്ണമായി കേൾക്കാൻ കഴിഞ്ഞില്ല. അവരൊക്കെ ഒന്നുകൂടി ചാൻസ് കൊടുത്താൽ നല്ലതായിരുന്നു. അവർ പറയട്ടെ. കൊടുക്കുന്നുണ്ട്. ഇതില് ചർച്ച വേണമെങ്കിൽ ആകാമെന്ന് കരുതി ഞാൻ വിളിച്ചതേ ഉള്ളൂ. ഭദ്രൻ സാറിനെ ഒന്നുകൂടെ വിളിക്കാം. ഭദ്രൻ സാർ അൺമ്യൂട്ട് ആക്കും. ഭദ്രൻ സാർ ഇപ്പോഴും മ്യൂട്ടഡ് ആണ്. കുറുപ്പ് സാറിനെ വിളിക്കാം.
ശ്രീധരക്കുറുപ്പ് സാർ. കേക്കാവോ? ഇപ്പൊ കേക്കാവോ? കേൾക്കാം. വ്യക്തമാണ്. അതായത് ഡോക്ടർ ഉണ്ണി വില്യാത്ത് ഒരു നല്ല ഒരു പ്രസന്റേഷനാണ് ചെയ്തത്. ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. കാരണം നമ്മുടെ കൂട്ടത്തിൽ ഈ ഹോമിയോപ്പതിക്കാർ മാത്രമല്ല, ഹോമിയോപ്പതി ലവേഴ്സ് ഉണ്ട്, അവർക്കൊക്കെ സ്റ്റുഡൻസ് ഉണ്ട്, അവർക്കൊക്കെ ഇതൊക്കെ മനസ്സിലാകുന്നത് വളരെയധികം നല്ല കാര്യമാണ്. ചിലപ്പം നമുക്കൊക്കെ ഇതറിയാമല്ലോ, അത് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും പഠിച്ചതാണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നാം. എങ്കിലും ഇതും ആവശ്യമാണ്. ബാക്കിയുള്ളവരെ കൂടെ നമ്മൾ ഇത് മനസ്സിലാക്കാനായിട്ട് ഇത് വളരെയധികം ഉപകരിക്കും എന്നാണ് എനിക്ക് അഭിപ്രായം. അതുപോലെ തന്നെ ഇനിയും ഈ അതായത് യൂറോപ്പിലൊക്കെ അലോപ്പതി ഡോക്ടർമാരാണ് കൺവേർട്ടായിട്ട് ഹോമിയോപ്പതി പഠിക്കുന്നത്. ഇവിടെ ഉള്ളവർക്കും അതിന് പറഞ്ഞപ്പോഴത്തേനും വളരെ ഇത് പ്രശ്നങ്ങളായി ആക്കും എന്നാണ്. അതുപോലെ തന്നെ ആയുർവേദക്കാര് ശസ്ത്രക്രിയ ചെയ്തോട്ടെന്ന് വിചാരിച്ചപ്പോഴത്തേനും ഇതിനെതിരെ ഇവിടെ ഈ വർഗീയത പോലെ തന്നെ, രാഷ്ട്രീയം പോലെ തന്നെയാണ് ഈ പല സിസ്റ്റങ്ങളും തമ്മിലുള്ള മത്സരങ്ങളും. എൻ്റെ അഭിപ്രായത്തില് ഈ വലിയ മത്സരങ്ങൾ ഇല്ലാതിരുന്നാൽ പൊതുജനങ്ങൾക്ക് പൊതുവെ ചിലർക്ക് ശസ്ത്രക്രിയകൾ വേണ്ടി വരും, ചിലർക്ക് ഹോമിയോപ്പതി മരുന്ന് കൊണ്ടാണ് കൂടുതൽ പ്രയോജനം എങ്കിൽ അത് ഗവൺമെന്റും ഈ സെൻട്രൽ ഗവൺമെന്റും കൂടെ അതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് അതിനെ അംഗീകരിച്ച സ്ഥിതിക്ക് നമ്മുടെ കേരള ഗവൺമെന്റ് തീർച്ചയായിട്ടും അതിനെ അംഗീകരിക്കുക തന്നെ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അവിടെ ചില ഈ ശാസ്ത്ര പരിഷത്തും ഇവരുടെ ഉപദേശങ്ങൾ കേട്ടാണ് നമ്മുടെ കേരള ഗവൺമെന്റ് അതിനെ പ്രതിരോധിക്കുന്നത് എന്നറിയാം. എങ്കിൽ പോലൂടെ ഒരു കാലത്ത് അവർക്കും നല്ലൊരു ബുദ്ധി തോന്നുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി എന്നെക്കൂട്ട് പലരും ഇതിൻ്റെ അകത്ത് സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ ഉണ്ണി വില്യച്ചന്റെ ഈ നല്ല ക്ലാസ്സുകൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. എല്ലാവിധ നന്മകളും എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഹോമിയോപ്പതിക്ക് വേണ്ടി നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ടും തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്മകൾ വരട്ടെ. നന്ദി, നമസ്കാരം. നന്ദി. താങ്ക് യു. വൺ ആൻഡ് ഓൾ. ഭദ്രൻ സാർ എത്തിയിട്ടുണ്ട്, സാറിന് സംസാരിക്കാം. താങ്ക് യു. ഇപ്പോൾ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ സംസാരിച്ചുകൊണ്ടെങ്കിൽ നെറ്റ് പോയത് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ല. ഉണ്ണി വില്യത്തിന്റെ പ്രസന്റേഷൻ വളരെ നന്നായിരുന്നു വെച്ചാൽ നല്ല നിലവാരം പുലർത്തുന്ന രൂപത്തിലുള്ള മലയാളമായിരുന്നു. അത് എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിലും അതിന്റെ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക സങ്കീർണ വശങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ടും അർത്ഥസംഖ്യയ്ക്ക് ഇടയില്ലാത്ത രൂപത്തിലും പ്രതിപാദിച്ചിരുന്നത് വളരെ നന്നായിരുന്നു. ജനങ്ങൾക്ക് എല്ലാവരുടെയും മനസ്സിൽ ഇറങ്ങിച്ചെല്ലുന്ന രൂപത്തിലുള്ള ഒരു പ്രതിപാദ്യമായിരുന്നു. പ്രത്യേകിച്ചും ഈ രോഗകാരണങ്ങളുടെ സങ്കീർണതകൾ ലളിതമായി എല്ലാവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന രീതിയിലായിരുന്നു പ്രതിപാദ്യം. രോഗങ്ങളുടെ ജനിതക കാരണങ്ങളും പരിണാമങ്ങളും വ്യക്തമായി വിശദീകരിച്ച് വളരെ ശ്രദ്ധേയമായി. മേലിലും ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഉണ്ടാകട്ടെ എന്നും ആശംസിക്കുന്നു. ഡോക്ടർ ഉണ്ണി വില്യത്തിന് ഇനി ഉള്ള പല അവസരങ്ങളിലും ക്ഷണിക്കേണ്ടതായി ഉണ്ട് എന്ന് എൻ്റെ അഭിപ്രായമുണ്ട്. നന്ദി. വളരെ നല്ലൊരു ക്ലാസ്സായി. ദേവൻ ഹോമിയോപ്പത്തുണ്ടോ? ദേവരാജ് ഡോക്ടർ നെറ്റ് പോയെന്ന് തോന്നുന്നു. ദേവരാജ് ഡോക്ടർ ഉണ്ടോ? ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനോ അഭിപ്രായം പറയാനോ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. ഡോക്ടർ ദേവൻ ഹാൻഡ് റൈസ് ചെയ്തിരുന്നു. നെറ്റ് പോയതാകാനാണ് സാധ്യത. ഡോക്ടർ വേണുഗോപാൽ ഇന്നലെ അവതരിപ്പിച്ച രൂപത്തിൽ അത് കുറച്ച് വിശദമായിട്ട് ഒരു പ്രതിപാദ്യം ആവശ്യമാണ്. അതിനുള്ള സമയം പോരായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ കാര്യങ്ങൾ നമ്മുടെ മെഡിസിൻ മാനുഫാക്ചറിങ് നമ്മളെല്ലാം ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഒക്കെ പഠിച്ചിട്ടുള്ളതാണെങ്കിൽ തന്നെയും അതിൽ കുറെ ഏറെ ഇനിയും പഠിക്കാനുണ്ടെന്നുള്ളതാണ് എനിക്ക് അഭിപ്രായമുള്ളത്. മേലിലും അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അവസരം കൂടെ കൊടുക്കണമെന്ന് അഭിപ്രായമുണ്ട്. തീർച്ചയായും
ഡോക്ടർ ജയചന്ദ് സാർ കൈപ്പൊക്കിയിട്ടുണ്ട്. സാറിന് സംസാരിക്കാം. ഇന്നത്തെ ഈ വൈദ്യശാസ്ത്രത്തിലെ ചപലത അതിൻ്റെതായ ചപല മലയാളത്തില് സാധാരണക്കാർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഒരു നല്ലൊരു നോവൽ കേൾക്കുന്ന പോലെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്ന ഇദ്ദേഹത്തിനെ വളരെയധികം അഭിനന്ദിക്കുകയാണ്. വളരെ 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 സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു നല്ല വാക്കുകൾ കേൾക്കാൻ പറ്റിയതിൽ. ഇത് നമുക്കല്ല, ഡോക്ടേഴ്സിനല്ല, ഈ ലവേഴ്സിനും പബ്ലിക്കിനും ഒക്കെ വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു പ്രഭാഷണമായിരുന്നു. അങ്ങക്ക് വളരെയധികം നന്ദി. ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ നമ്മുടെ കൺവീനറായ ഫൈസൽ മാലലി എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യും. താങ്ക് യു. വളരെ നന്ദി. ഞാൻ കുറച്ച് മുഴുവനായിട്ടും എനിക്ക് ഉണ്ണി വെളിയത്ത് ഡോക്ടർ കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാൻ ഈ IFPH വന്നതിന് ശേഷം അദ്ദേഹമായിട്ട് നിരന്തരം ചില ആശയ സംവേദനങ്ങൾ നടക്കാറുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഹോമിയോപ്പതിയുടെ ഒരു തത്വജ്ഞാനിയായിട്ടാണ് ഞാൻ എപ്പോഴും ഉണ്ണി വെളിയത്തിനെ കാണാറുള്ളത്. അദ്ദേഹത്തിന്റെ പല എഴുത്ത് ശകലങ്ങളിലൂടെ പോയപ്പോൾ പോലും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഹോമിയോപ്പതി എന്നത് കേവലം ഒരു ചികിത്സാ വൈദ്യശാസ്ത്രം മാത്രമല്ല, അതൊരു തത്വശാസ്ത്രവും കൂടിയാണ് എന്നത് അദ്ദേഹം പരിപൂർണമായി ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. അതൊരു സൈദ്ധാന്തിക ദർശനം കൂടിയാണ്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ വളരെ ലളിതമായി എങ്ങനെ ആവിഷ്കരിക്കാൻ പറ്റുമെന്നും അതിനെ എങ്ങനെ തുലനം ചെയ്ത് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലൂടെ മനുഷ്യ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി തരാൻ കഴിവുള്ള ഒരു ശാസ്ത്ര വിഭാഗമാണ്, തത്വജ്ഞാനമാണ് ഹോമിയോപ്പതി എന്നും കൂടെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉണ്ണി വെളിയത്ത് ഇവിടെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല, ആ EGO കുറിച്ചിട്ട് പറയുന്നുണ്ട്. എൻ്റെ ഒരു ചോദ്യം, മനുഷ്യനെ നിസ്സാരനായി കാണാൻ വേണ്ടി, അതായത് ഞാനൊന്നുമല്ലെന്നും സാധാരണ സമൂഹത്തിൽ വളരെ അച്ചടക്കത്തോടു കൂടി സാധാരണക്കാരനെ പോലെ ഞാനും ജീവിക്കണം എന്ന എൻ്റെ ബോധ്യത്തെ എന്നിലേക്ക് തര്യപ്പെടുത്തുന്ന EGO ഉണ്ടല്ലോ. അപ്പോ ആ EGO കുറിച്ചിട്ട് ഒന്ന് വിശദമാക്കാമോ? ഹോമിയോപ്പതി അതിനെക്കുറിച്ചിട്ട് വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്, അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഡോക്ടർ ഉണ്ണി വെളിയത്ത് അതിനെപ്പറ്റി ഒന്ന് വിശദമായി സംസാരിക്കാമോ? അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം താല്പര്യമുണ്ട്. ചോദ്യം ഒന്നുകൂടിയും വിശദമാക്കാമോ? എനിക്കത് ഞാനതൊന്ന് ഒന്നുകൂടെ വ്യക്തമായിട്ട് ഞാൻ പറയാം. ഇപ്പോ നമ്മുടെ ബന്ധങ്ങളും ജീവനും നഷ്ടമാകുന്ന നേട്ടങ്ങൾ, അത് ബുദ്ധി കൊണ്ടായാലും ശക്തി കൊണ്ടായാലും അത് കൃത്യമായ നേട്ടങ്ങളാകുന്നില്ല. അതേസമയം ചിന്തയായിക്കോട്ടെ, വാക്കുകളായിക്കോട്ടെ, പ്രവൃത്തികളായിക്കോട്ടെ, ഇവയെല്ലാം നെഗറ്റീവ് ഗണങ്ങളിലേക്ക് പെടുകുമ്പോൾ നമ്മുടെ അമിതമായ ആത്മബോധത്തെ അത് നിസ്സാരന്മാരിൽ നിസ്സാരനാണെന്ന നമ്മുടെ സ്വയം ബോധ്യത്തിൽ അത് ജ്വലിപ്പിച്ചു നിർത്തുകയും അതോടൊപ്പം തന്നെ അത് മനോവിഷമങ്ങളില്ലാതെ പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനെ അമിതമായ ആത്മബോധം എന്ന സാരാംശത്തിലാണ് അതിനെ പരാമർശിച്ചിട്ടുള്ളത്. ഞാനിത് പറയാൻ കാരണം, ഇതിനു മുമ്പൊരിക്കല് ഉണ്ണി വെളിയത്ത് തന്നെ ഡോക്ടർ ഉണ്ണി വെളിയത്ത് തന്നെ സൂചിപ്പിച്ച ഒരു ആത്മബോധ നിരാസമെന്നുമായി ബന്ധപ്പെട്ട ഈ EGO കുറിച്ചുള്ള ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അതൊരു പക്ഷേ ഇപ്പം അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ അത് ചുരുക്കം ഇതാണ്, നമ്മളെയൊക്കെ ഒരു സാമൂഹ്യ ജീവിയായി നിലനിർത്താനുള്ളൊരു ഒരു അവസ്ഥ, നമ്മുടെ അമിതമായ ആത്മബോധത്തെ തുലനം ചെയ്യാൻ അത് ഹോമിയോപ്പതി എത്രത്തോളം അതിന് മുന്നോട്ട് വരുന്നു, തയ്യാറാകുന്നു, എങ്ങനെ അത് നിയന്ത്രിച്ചെടുക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ അലോപ്പതി ശാസ്ത്രമൊക്കെ ഒരുപാട് എന്താ പറയാ, ബ്രെയിനിന്റെ കെമിക്കൽ സ്ട്രക്ചറിനെ തന്നെ സ്വാധീനിക്കുന്ന മെഡിസിനുകളൊക്കെ കൊടുത്തിട്ടാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. ഉദാഹരണം, ഈ ചിത്തഭ്രമം വരുമ്പോഴൊക്കെ അതിന് ആ അർത്ഥത്തിലാണത് നിയന്ത്രിക്കുന്നത്. പക്ഷെ ഹോമിയോപ്പതി ആ ആത്മബോധ നിരാസത്തെ എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ്. അതിന് നിങ്ങൾ ഉപയോഗിക്കുന്ന മെഡിസിൻ, അല്ലെങ്കിൽ നിങ്ങൾ അതിനുപയോഗിക്കുന്ന തന്ത്രങ്ങൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ചില സ്ഥലത്ത് ഞാനത് വായിച്ചായിരുന്നു, ഡോക്ടർ ഉണ്ണി വെളിയത്ത് തന്നെ പറഞ്ഞിട്ട് ഞാൻ വായിച്ചായിരുന്നു. അതുകൊണ്ടാണ് ചോദിക്കാൻ കാര്യം. അത് നമ്മളിപ്പോ മിസ്റ്റർ ഹരിഹരൻ സംസാരിച്ചതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ, അത് ഫൈസർ കേട്ടിട്ടുണ്ടാകും.
ഞാനിപ്പോ ഫൈസലിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാം. അതായത് ഹോമിയോപ്പതിയിൽ നമ്മൾ എപ്പോഴും വ്യക്തിഗതമായ ചികിത്സയ്ക്കാണല്ലോ കൂടുതൽ ഊന്നൽ നൽകുന്നത്. അപ്പൊ ഈ വ്യക്തിഗതമായ ചികിത്സയ്ക്ക് നമ്മൾ ഊന്നൽ നൽകുമ്പോൾ ഒരു സ്വാഭാവികമായ ഒരു അവസ്ഥയും അസ്വാഭാവികമായ അവസ്ഥയും തമ്മിൽ നമ്മൾ എപ്പോഴും വേർതിരിച്ച് തരംതിരിച്ച് നിരീക്ഷിക്കുന്ന ഒരു അവസ്ഥ, അതല്ലെങ്കിൽ രോഗിയെ നിരീക്ഷിക്കുമ്പോൾ ഒരു സ്വാഭാവികതയിൽ നിന്ന് അസ്വാഭാവികതയിലേക്ക് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ഈ അസ്വാഭാവികമായ മാറ്റങ്ങളിൽ നമ്മൾ ഹോമിയോപ്പതിയുടെ ചികിത്സാ തത്വങ്ങൾ അനുസരിച്ചിട്ട് നമ്മൾ അത് കുറച്ച് ആഴത്തിലുള്ള ഒരു പഠനമാണ് മയാസമാറ്റിക് സ്റ്റഡി എന്നുള്ള രീതിയിൽ പഠനമാണ്. ഈ മയാസമാറ്റിക് രീതിയിലുള്ള പഠനത്തിൽ നമ്മളുടെ ഈ വ്യക്തിഗതമായ ലക്ഷണങ്ങളിൽ നോർമാലിറ്റിയിൽ നിന്ന്, അതായത് സ്വാഭാവികതയിൽ നിന്ന് പുറത്ത് നിൽക്കുന്നത്, അതായത് അസ്വാഭാവികമായി നിൽക്കുന്ന രോഗലക്ഷണങ്ങളെ അല്ലെങ്കിൽ വ്യക്തിത്വങ്ങളെ നമ്മൾ തരംതിരിച്ച് മാറ്റുകയും അങ്ങനെ തരംതിരിച്ച് മാറ്റുന്ന ആ അസ്വാഭാവികമായ വ്യക്തിത്വങ്ങളെ നമ്മൾ 3 കാറ്റഗറിയിൽ നമ്മൾ പെടുത്തുകയും ചെയ്യും. ഈ 3 കാറ്റഗറിയിൽ എന്ന് പറയുന്നത് എപ്പോഴും എല്ലാ ലക്ഷണങ്ങൾക്കും 3 സ്വഭാവങ്ങൾ ഉണ്ടാവും. അത് ഒന്ന് ഒരു സാധാരണ ഫങ്ഷണൽ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഫങ്ഷണൽ ഡിസോർഡർ എന്ന് പറയുമ്പോൾ അതിപ്പോ മാനസികമാണെങ്കിൽ പോലും ഫങ്ഷണൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ശാരീരികമായ ഒരു ലക്ഷണത്തിനോ അല്ലെങ്കിൽ ശാരീരികമായ അവസ്ഥയ്ക്കും ഒരു ഫങ്ഷണൽ അവസ്ഥയുണ്ട്. ആ ഫങ്ഷണൽ അവസ്ഥയിൽ നിൽക്കുന്നതിനെയാണ് ഹോമിയോപ്പതിക്കാര് ഒരു സോറ എന്ന് പറയുന്ന ഒരു മയാസമായിട്ട് കൺസിഡർ ചെയ്യുന്നതും ആ ഫങ്ഷണൽ അവസ്ഥയിൽ നിൽക്കുന്നതിനെ ഏറ്റവും ഡിസ്ട്രക്റ്റീവ്നെസ്, ഏറ്റവും നശീകരണ ശേഷി കുറഞ്ഞ ഒരു ലക്ഷണ സമൂഹമായി കാണുകയും ചെയ്യും. അത് ശരിക്കും പറഞ്ഞ ശരീരത്തിന്റെ ഒരു പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗം കൂടിയാണ്. രണ്ടാമത്തെ ഒരു ലെവൽ എന്ന് പറയുന്നതാണ് ഒരു കൺസ്ട്രക്റ്റീവ് ലെവൽ, അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറലി വരുന്ന ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള ലെവൽ. ഈ സ്ട്രക്ചറലി മോഡിഫൈഡ് ആയിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് മിക്കവാറും ഒരു കൺസ്ട്രക്റ്റീവ് ലെവൽ ആയിരിക്കും. അത് രണ്ടാമത്തെ ലെവലിലേക്ക് വരുന്നത്. പ്രൈമറി ലെവൽ എന്ന് പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞ ഫങ്ഷണൽ ഡിസോർഡർ ഒരു പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ആ പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ആ ഫങ്ഷണൽ ലെവലിലൂടെ പ്രതിരോധ പ്രവർത്തനം പൂർണ്ണമാകാതെ വരുമ്പോഴാണ് ബോഡി രണ്ടാമത്തെ തലത്തിലേക്ക് ആ ഒരു പ്രതിരോധ പ്രവർത്തനം ഷിഫ്റ്റ് ചെയ്യുന്നത്. അതൊരു കൺസ്ട്രക്റ്റീവ് ലെവലിലേക്ക് ഷിഫ്റ്റിംഗ് വരുന്നു. രണ്ടാമത്തെ തലത്തിലും ആ ഒരു പ്രതിരോധം പൂർണ്ണമാകാതെ വരുമ്പോൾ മൂന്നാമത്തെ തലത്തിലേക്ക് വരുന്നതാണ് ഒരു ഡിസ്ട്രക്റ്റീവ് ലെവൽ. അതിനെ ഹോമിയോപ്പതി ഡോക്ടർമാർ അതിനെ സിഫിലിറ്റിക് ലെവൽ എന്ന് ആണ് മയസ്മാറ്റിക് ലെവലിൽ അതിനെ വിളിക്കുന്നത്. ഈ ലെവലുകളെ നമ്മൾ കൃത്യമായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് അതിന്റെ സ്വഭാവം അനുസരിച്ചിട്ട് കൃത്യമായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് അതിന് ചേരുന്ന, അതിന്റെ ക്വാളിറ്റിക്ക് ചേരുന്ന രീതിയിലുള്ള കൃത്യമായ ഔഷധം തിരഞ്ഞെടുക്കുന്നതിലൂടെ അവിടെ ഒരു ഡിസ്ട്രക്റ്റീവ് സ്വഭാവം ഉണ്ടെങ്കിൽ ആ ഡിസ്ട്രക്റ്റീവ് സ്വഭാവം ക്രമപ്പെട്ടു വരികയും ആ ക്രമപ്പെട്ടു വരുന്ന ഡിസ്ട്രക്റ്റീവ്നെസ് അദ്ദേഹത്തിന്റെ ഒരു സ്വാഭാവികമായ ഒരു ക്വാളിറ്റിയിലേക്ക്, അതായത് ആ ഒരു ഡിസ്ട്രക്റ്റീവ്നെസ് ഇല്ലാത്ത ഒരു സ്വാഭാവികമായ ഒരു ക്വാളിറ്റിയിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നത് ആരോഗ്യം പുനഃസ്ഥാപിക്കാൻ അത് പ്രയോജനപരമായിട്ട് വരും. ഞാനത് ഒരു ഉദാഹരണം കൂടിയായിട്ട് ഞാൻ വേണമെങ്കിൽ പറയാം. പലപ്പോഴും നമ്മൾ നമ്മൾ കാണുന്ന രോഗത്തിന് ഒരു ക്വാളിറ്റി ഉണ്ടാവും. ഞാൻ ഉദാഹരണമായിട്ട് പറയുമ്പോൾ ഒരു തൈറോയിഡ് പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു തൈറോയിഡ് രോഗം. അപ്പൊ ആ ഓട്ടോ ഇമ്മ്യൂൺ ക്വാളിറ്റി എന്ന് പറയുന്നത് ശരിക്കും സെൽഫ് ഡിസ്ട്രക്ഷൻ ആണ്. ആ രോഗത്തിന്റെ സ്വഭാവത്തിൽ ഒരു സെൽഫ് ഡിസ്ട്രക്ഷൻ ഉണ്ട്. ആ സ്വഭാവത്തിൽ ഉള്ള സെൽഫ് ഡിസ്ട്രക്ഷന് തുല്യമായ സെൽഫ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ എന്ന് നിരീക്ഷിച്ച് കണ്ടുപിടിക്കുകയും ആ ക്വാളിറ്റിയുള്ള ഒരു അയാളുടെ സ്വഭാവത്തിൽ, വ്യക്തിഗതമായ സ്വഭാവത്തിൽ അതേ ക്വാളിറ്റിയുള്ള ഒരു ലക്ഷണത്തിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയും ഇത് തമ്മിൽ ചേർത്ത് നമുക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോഴാണ് അത്തരത്തിലുള്ള അസുഖങ്ങൾക്ക് ശാന്തി കിട്ടുന്നതും ഒപ്പം തന്നെ ഈ ഔട്ട് ഓഫ് ബോക്സിൽ നിൽക്കുന്ന അസാധാരണമായ വ്യക്തിത്വങ്ങളെ നോർമലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും.
ഇപ്പൊ ഒരു സെൽഫ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ലക്ഷണമാണ് നഖം കടിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം പലപ്പോഴും കുട്ടികളിലൊക്കെ കാണാറുണ്ട്. നഖം കടിക്കുക, അത് എത്ര നിയന്ത്രിച്ചാലും പറ്റാത്ത രീതിയിൽ ടെൻഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകമായ ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടൊരു അവസ്ഥ ഉണ്ടാകുമ്പോഴൊക്കെ അനിയന്ത്രിതമായിട്ട് നഖം കടിക്കുക. അത് കുട്ടികളിലും മുതിർന്നവരിലും വളരെ വിദ്യാഭ്യാസമുള്ളവരിലും പക്വതയുള്ളവരിലും ഒക്കെ കാണാറുണ്ട്. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അവരുടെ നിയന്ത്രണം വിട്ട് നഖം കടിച്ചു പോകും. അപ്പൊ അവരുടെ നഖമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, വിരലൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നഖമൊക്കെ തിന്നിട്ട് നഖം ഉണ്ടാവില്ല, അവിടുത്തെ മാംസം മാത്രം നിൽക്കുന്ന അവസ്ഥയിലേക്ക് കണ്ട. പക്ഷെ ആള് വലിയ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളും വലിയ വിദ്യാഭ്യാസവും എല്ലാ പക്വതയൊക്കെ ഉള്ള ആളായിരിക്കും. പക്ഷെ ചില സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന്റെ മനോനിയന്ത്രണം നഷ്ടപ്പെട്ടിട്ട് ഈ പ്രവൃത്തിയിലേക്ക് പോകുന്നത്, ഇതൊരു സെൽഫ് ഡിസ്ട്രക്ഷൻ ആണ്. സോ ഒരു സെൽഫ് ഡിസ്ട്രക്റ്റിംഗ് ഡിസീസ് ആണ് ചികിത്സയ്ക്ക് നമ്മുടെ മുന്നിലെങ്കിൽ ആ സെൽഫ് ഡിസ്ട്രക്റ്റിംഗ് ഡിസീസിനോടൊപ്പം നമ്മൾ ഇദ്ദേഹത്തിന്റെ ഈ ഒബ്സസീവ് കമ്പൽസീവ് ആയിട്ട് കാണിക്കുന്ന സെൽഫ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്ന ക്വാളിറ്റിയുള്ള സിംറ്റത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു. അതുപോലെ തന്നെ സെൽഫ് ഡിസ്ട്രക്റ്റിംഗ് ആയിട്ടുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾക്ക് എടുക്കുന്ന അപ്പോ ഡോക്ടർ ഈ ബൈപോളാർ ഡിവിഷൻസ് ഇല്ലേ, ഡിപ്രഷനും ഉന്മാദവും വിഷാദവും ഒക്കെ വരുന്നില്ലേ, അത് മൂർധന്യതയിൽ വരുന്ന സമയത്ത് ഹോമിയോപ്പതിക്ക് ഫലപ്രദമായിട്ട് അതിന് ചികിത്സ ഉണ്ടോ? മൂർധന്യതയിൽ വരുമ്പോഴും നമ്മളിപ്പോ ഈ പറയുന്ന അതേ ക്വാളിറ്റിയിലുള്ള ലക്ഷണങ്ങളെ നമ്മൾക്ക് അനലൈസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ടുന്ന രീതിയിലുള്ള മരുന്ന് നിർദ്ദേശിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ബൈപോളാർ ഡിസോർഡർ കൺട്രോളിലായിട്ട് വരും. കാരണം ഈ ബൈപോളാർ ഡിസോർഡർ എന്ന് പറയുന്നത് ഏറ്റവും ആഴത്തിൽ അത് ജനിതകമായ ഒരു പ്രശ്നത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ബൈപോളാർ ഡിസോർഡർ എന്ന് പറയുന്നത് ഈ ജനിതകം എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ വെറുതെ പറഞ്ഞു പോകുന്നതിലുപരി ഞാൻ അതിനെ കുറച്ചുകൂടി വ്യക്തമാക്കാൻ, ഒരു വ്യക്തി നമ്മളുടെ ശരീരത്തില് ഒരു സാമാന്യ വളർച്ചയെത്തിയ ഒരു വ്യക്തിക്ക് 120 ട്രില്യൺ സെൽസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതായത് 120 ലക്ഷം കോടി കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും എന്ന് പറയുന്നത്. ഈ 120 ലക്ഷം കോടി കോശങ്ങൾ നമ്മൾ പിറകിലേക്ക് പോവുകയാണെങ്കിൽ അത് ഒരു ഹാഫ് സെൽ ഫ്രം ദ ഫാദർ ആൻഡ് ഹാഫ് സെൽ ഫ്രം ദ മദർ ചേർന്നിട്ടുണ്ടാകുന്ന ഒരു സിംഗിൾ സെല്ല് ഉണ്ടായി, സൈഗോട്ട് എന്ന് പേരുള്ള ഒരു സിംഗിൾ സെല്ല് ഉണ്ടായി. ആ സിംഗിൾ സെല്ലിന്റെ ഈക്വലി ഡിവൈഡഡ് ആയിട്ട് ഉണ്ടാകുന്ന 120 ലക്ഷം കോടി കോശങ്ങളാണ്. അപ്പോ എന്താണോ അച്ഛനിൽ നിന്ന് അമ്മയിൽ നിന്ന് ആ സൈഗോട്ടിലേക്ക് വന്നിട്ടുള്ള ജനിതകമായ ഒരു വൈകല്യം എന്നോ അല്ലെങ്കിൽ പ്രത്യേകതയെന്നോ പറയുന്ന ആ ഒരു അവസ്ഥയിലെ ഈ 120 കോടി കോശങ്ങളിലും ഉണ്ടാകും. അത് കണ്ണിലോ മൂക്കിലോ ഹൃദയത്തിലോ മാത്രമല്ല, നമ്മുടെ ശരീരത്തിലുള്ള 120 കോടി കോശങ്ങളിലും ഈ ജനിതകമായ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ഉണ്ടായ ആ പ്രത്യേക ജീൻ അല്ലെങ്കിൽ ആ പ്രത്യേക കണിക അല്ലെങ്കിൽ ആ പ്രത്യേക തന്മാത്ര ആ 120 കോടി കോശങ്ങളിൽ ഉണ്ടാവും. ഈ 120 കോടി കോശങ്ങളിലും ഇരുന്ന് പ്രവർത്തിച്ച് ഉണ്ടാകുന്ന ചില എൻസൈമുകൾ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ച് ആ പ്രവർത്തിക്കുന്ന എൻസൈമുകൾ തലച്ചോറിലോ ഹൃദയത്തിലോ മറ്റ് ഏത് കോശങ്ങളിലോ ഉണ്ടാക്കുന്ന പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് രോഗമായി വരുന്നത്. അപ്പൊ ശരിക്കും ആത്യന്തികമായിട്ട് നമ്മൾ ചികിത്സിക്കേണ്ടത് എവിടെയാണ്? നമ്മൾ ആത്യന്തികമായി ചികിത്സിക്കേണ്ടത് ഈ ജീനുകളിലെ ഈ ഡിഫക്റ്റിനെയാണ്. ഈ ബൈപോളാർ ഡിസോർഡർ എന്ന് പറയുന്ന സംഭവം നമ്മൾ പ്രത്യക്ഷത്തിൽ കാണിക്കുന്നത് അയാളുടെ ബിഹേവിയറിലോ പെരുമാറ്റത്തിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളിലോ ഒക്കെ ആണെങ്കിലും ഇത് ഉത്ഭവിക്കുന്നത് ഈ 120 കോടി കോശങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആ ചെറിയ കണികയിലുള്ള ഡിഫക്റ്റ് ആണ്, ജീനിലെ കണികയിലുള്ള ഡിഫക്റ്റ് ആണ്. അപ്പൊ ആ കണികയിൽ മരുന്നിന്റെ തന്മാത്ര എത്തി പ്രവർത്തിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വാഭാവികമായ വ്യക്തിപ്രത്യേകതകളിൽ നിന്നും വിഭിന്നമായ വ്യക്തിപ്രത്യേകതകൾ കാണിക്കുന്ന ലക്ഷണ സമൂഹത്തിന് ചേർത്തിട്ട് നമ്മൾ ഈ വ്യക്തി കാണിക്കുന്ന ആ ലക്ഷണ പ്രത്യേകതകളുടെ ക്വാളിറ്റിക്ക് സമാനമായ ഒരു ലക്ഷണ പ്രത്യേകത എടുത്തിട്ട് നമ്മൾ ചികിത്സിക്കുമ്പോൾ ആ ഹോമിയോപ്പതി മരുന്ന് നേരെ ചെന്ന് പ്രവർത്തിക്കുന്നത് ഈ ജനറ്റിക് ആയിട്ടുള്ള തന്മാത്രയിലുള്ള ഡിസോർഡറിൽ ആണ്. അവിടെ അത് മോഡിഫൈഡ് ആകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലപ്രാപ്തി വളരെ ശാശ്വതമായതും പരിപൂർണമായതും ദീർഘനാൾ കിട്ടുന്നതുമായിട്ട് ഫലപ്രാപ്തി നമുക്ക് കിട്ടും. അതുകൊണ്ട് എപ്പോഴും സ്വഭാവ വൈകല്യങ്ങൾക്കും എല്ലാം വളരെ ഫലപ്രദമായി ഹോമിയോപ്പതി നമുക്ക് പ്രയോജനം ചെയ്യാറുണ്ട്. പലപ്പോഴും പലരും നമ്മൾക്ക് ചിലപ്പോ വേറെ എന്തെങ്കിലും ഫിസിക്കൽ ശാരീരിക രോഗങ്ങൾക്കായിരിക്കും ചികിത്സയ്ക്ക് വരുന്നത്. നമ്മൾ എല്ലാ ലക്ഷണ സമൂഹത്തെയും ചേർത്ത് ചികിത്സിച്ചു കഴിയുമ്പോൾ വളരെ സ്വകാര്യമായിട്ട് ചിലപ്പോൾ പാർട്ട്ണർ നമ്മളോട് പറയുന്നത്, ഡോക്ടറെ ഈ മരുന്ന് കഴിച്ചതിന് ശേഷം ഇപ്പോൾ കുടുംബത്തിൽ എന്തൊരു സമാധാനമാണ്, അല്ലെങ്കിൽ ആ ഒരു മരുന്നിന് ശേഷം ഉണ്ടായ എത്രയോ വ്യത്യാസങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പലപ്പോഴും ഇൻഫെർട്ടിലിറ്റിക്ക് പോലും നമ്മൾ
സാധാരണ ഒരു എന്താണ് ഒരു ക്രോണിക് തുമ്മലിന് എനിക്കൊരു അടുത്ത കാലത്ത് ഉണ്ടായ ഒരു അനുഭവമാണ്. അദ്ദേഹത്തിന് ഒരു അലർജിക് സ്നീസിംഗ് ആണ്. 10 years ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരു അലർജിക് സ്നീസിങ്ങിനെ ചികിത്സിച്ചപ്പോൾ അദ്ദേഹത്തിന് 5 വർഷമായിട്ട് എന്താണ് ഇൻഫെർട്ടൈൽ ആയിരുന്നു. ഇൻഫെർട്ടൈൽ ആയതിന്റെ കാരണം എന്താണെന്ന് യെസ് ഹലോ ഡോക്ടർ സംസാരിച്ചോളൂ. അത് ഒരു അൺമ്യൂട്ടായ സൗണ്ട് വന്നതാ. അപ്പോ അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ നമ്മൾ ആ ഒരു അലർജിക് സ്നീസിങ്ങിന് പോലും നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ വ്യക്തിഗതമായ ലക്ഷണങ്ങളെ എടുത്ത് ചികിത്സിച്ചപ്പോൾ അവിടെ ആ ഇൻഫെർട്ടിലിറ്റിയുടെ കാരണം അവിടെ അവരിൽ ഒരു എന്താണ് ഒരു ലൈംഗികപരമായിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടാകേണ്ട ഒരു മാനസികാവസ്ഥ രണ്ടുപേരിൽ ഉണ്ടായിരുന്നില്ല. അവരുടെ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയിൽ അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് സ്നീസിങ്ങിനാണ് ഉപയോഗിച്ചെങ്കിലാണ് വ്യക്തിഗതമായ മാറ്റം, ഔട്ട് ഓഫ് ബോക്സ് ഉണ്ടായിരുന്ന മാറ്റം നോർമലൈസ് ചെയ്തപ്പോൾ അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറി എന്നുള്ളതാണ് അവിടെ നമുക്ക് കിട്ടിയ അനുഭവം. പക്ഷെ അവ ചികിത്സിക്കുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യത്തിനാണെങ്കിൽ പോലും റിസൾട്ട് എത്തുന്നത് വളരെ എന്താണ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് റിസൾട്ടുകൾ കിട്ടാറുണ്ട്. ഇത് ബിഹേവിയറിലൊക്കെ വരുന്ന മാറ്റങ്ങളുടെയൊക്കെ ഭാഗമാണ്. അതുപോലെ തന്നെ പലപ്പോഴും എന്താണ് വളരെ മദ്യത്തിന് അഡിക്റ്റ് ആയിട്ടുള്ള പലരും മദ്യം കഴിച്ചു വളരെ അഡിക്റ്റ് ആണ്. മരുന്ന് കഴിക്കാൻ സമ്മതിക്കില്ല, മരുന്ന് കഴിക്കാൻ അവർ ഒട്ടും വഴങ്ങില്ല. എന്താ ചെയ്യേണ്ടത്? വിളിച്ചാൽ വരില്ല, അവർ യാതൊരു സ്ഥലത്തിലും പോകില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു പൊടിമരുന്ന് നിങ്ങൾക്ക് വെള്ളത്തിൽ കലർത്തി, അതായത് നോർമൽ വാട്ടറിൽ കലർത്തി അദ്ദേഹത്തിന് നിങ്ങൾക്ക് കൊടുക്കാൻ എപ്പോഴെങ്കിലും സൗകര്യപ്പെടുമോ എന്നൊരു തിരിച്ചൊരു ചോദ്യം ചോദിച്ചിട്ട് അദ്ദേഹത്തിന്റെ സിമ്പിളി ഏറ്റവും നമ്മൾ പ്രകടമായ ലക്ഷണങ്ങളെ മാത്രം എടുത്തിട്ട് 2 പൊടിമരുന്നോ 1 പൊടിമരുന്നോ കൊടുത്തിട്ട് ഇത് നിങ്ങൾ അറിയാതെ വെള്ളത്തിലിട്ട് അദ്ദേഹത്തിന് കൊടുക്കുമെന്ന് പറയും. ഈ മരുന്ന് കൊടുത്തതിന് ശേഷം അയാള് തിരിച്ച് ഇവരോട് തന്നെ ചോദിക്കും, എനിക്ക് ഒരു ചികിത്സ വേണമല്ലോ, എനിക്ക് ഈ മദ്യ ഉപയോഗത്തിൽ നിന്ന് മാറാനായിട്ട് ഒരു ചികിത്സ ആവശ്യമുണ്ടല്ലോ എന്ന് സ്വയം ആവശ്യപ്പെട്ട് ചികിത്സയ്ക്ക് വരുന്ന ധാരാളം പേരുണ്ടായിട്ടുണ്ട്. അപ്പൊ അവരുടെ മാനസിക തലത്തിൽ അവര് പോസിറ്റീവായി വരുന്നത് കൊണ്ടാണ് അവരെ ഡിസ്ട്രക്ഷനിൽ നിന്ന് ഡിസ്ട്രക്ഷനിലേക്ക് പോകുന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്ന് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു അർത്ഥമുണ്ടാകണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകുകയും ആ അർത്ഥമുണ്ടാകൽ പൂർണ്ണതയിൽ എത്തണമെങ്കിൽ ഈ മദ്യത്തിന് ഉപേക്ഷിക്കണം എന്നൊരു തോന്നലും അവരിൽ ഉണ്ടാകുന്നത് കൊണ്ടാണല്ലോ. അപ്പൊ അത്രയും മാറ്റങ്ങൾ ഈവൻ ഒരു ഡോസ് മരുന്നിന് പോലും മാറ്റാൻ സാധിക്കുന്നുണ്ട്. പിന്നെ തുടർന്നുള്ള ചികിത്സയ്ക്ക് അയാൾ നമ്മളുടെ വഴിയെ വരുന്നു എന്നുള്ളത് തന്നെ വലിയൊരു ഗുണം ആയിട്ട് അവിടെ നമുക്ക് ഭവിക്കാറുണ്ട്. അപ്പോ നമ്മള് ഫൈസൽ തുടങ്ങി വെച്ചതിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ എപ്പോഴും സ്വാഭാവികതയും അസ്വാഭാവികതയും നമ്മൾ തരംതിരിച്ച് മനസ്സിലാക്കി സ്വാഭാവികതയെ മാറ്റിവെച്ചിട്ട് അസ്വാഭാവികതകളെ ചേർത്ത് എടുക്കുന്ന ഒരു ലക്ഷണ സമൂഹത്തെ നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് നമ്മൾ അതിനെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സോറാ സൈക്കോട്ടിക് സിവിലിറ്റി ഡിസ്ട്രക്ഷൻ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഡിസ്ട്രക്ഷൻ ഇല്ലാത്തത് എന്താണെന്ന് നമ്മൾ തരംതിരിക്കുകയും അതിൽ ഡിസ്ട്രക്റ്റീവ് ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പ്രിസ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമ്പോൾ ആണ് നല്ല ഫലപ്രാപ്തിയിലേക്ക് വരുന്നത്. അതാണ് ശരിക്കും നമ്മൾ ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റിന്റെ അനാലിസിസ്. നമുക്കിനി അടുത്ത ശ്രീ ഫിറോസ് ഖാനിലോട്ട് പോവാം. സാറേ ഞാൻ സാറിന്റെ പ്രസന്റേഷൻ കാണുകയായിരുന്നു. സാറേ ഞാൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വളരെ നാൾ മുമ്പ് തന്നെ ഷായ് സാർ പറഞ്ഞ പോലെ സാറിന്റെ എഴുത്തുകളും അതൊക്കെ നമ്മളെ വല്ലാണ്ട് ഇൻസ്പയർ ചെയ്യിപ്പിക്കുന്ന ഒരു എഴുത്തുകളാണ്. സാർ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഇപ്പൊ ഞാൻ ദുബായിൽ നിന്നാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇപ്പൊ ദുബായിൽ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ പല നോർത്ത് ഇന്ത്യൻസും നമ്മളെടുത്ത് കേരളമാണ്, നമ്മൾ മലയാളികളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കേരളമാണെന്ന് പറയുമ്പോൾ കേരളത്തിലെ സിറ്റുവേഷൻ എന്താണ്, കേരളത്തിലെ വൈറസ് വല്ലാണ്ട് കേരളത്തിൽ TPR റേറ്റ് കൂടുന്നുണ്ടല്ലോ, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പം ഭയത്തെക്കുറിച്ച് ഉണ്ണി സാർ സംസാരിക്കുകയുണ്ടായി. ഈ ഭയം ഒരു പരിധിക്ക് മുകളിൽ പോകുമ്പോൾ നാളെ ഈ കോവിഡ് മാറി എന്ന് പറഞ്ഞാൽ പോലും ആ ഭയം മനുഷ്യനെ കൊല്ലുന്ന ഒരു തലത്തിലേക്ക് മാറില്ലേ? എന്റെ ഒരു ക്വസ്റ്റ്യൻ അതാണ്. ഓക്കെ, അതിന് ഉത്തരം പറഞ്ഞിട്ടാണ് അടുത്തതിലേക്ക് പോകേണ്ടത്. കാര്യം രണ്ടാമത് എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഷായ് സാറും കൂടി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതുണ്ട്. സാർ ഇതിനൊരു ആൻസർ പറയാൻ കഴിയുമോ? ഉറപ്പായിട്ടും. കാരണം ഈ ഭയം എന്ന് പറയുന്നത് എപ്പോഴും നമ്മളുടെ ശരീരത്തിന്റെ രസതന്ത്രം മാറ്റിമറിക്കുന്ന ഒരു അവസ്ഥയുണ്ടാക്കുന്ന ഒരു സംഭവമാണല്ലോ.
നമ്മൾ ഭയപ്പെടുമ്പോൾ നമ്മളുടെ തലച്ചോറിലും ഉണ്ടാകുന്ന ന്യൂറോടോക്സിൻസ്, ഈ ന്യൂറോടോക്സിൻസ് ഉണ്ടാകുന്ന നെഗറ്റീവ് ആയിട്ട് പ്രവർത്തിക്കുന്ന തരത്തിലുള്ള ന്യൂറോടോക്സിൻസ് നേരെ നമ്മളുടെ ബാധിക്കുന്നത് എൻഡോക്രൈൻ സിസ്റ്റത്തെയാണ്. അത് അന്തർസ്രാവ ഗ്രന്ഥികളാണ്. ഈ അന്തർസ്രാവ ഗ്രന്ഥികളാണ് നമ്മളുടെ ശരീരത്തിന്റെ എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും, നമ്മളുടെ ശരീരത്തിലുള്ള മെറ്റബോളിക് ഫങ്ഷൻസ് നടത്തുന്നത് എല്ലാം ഈ അന്തർസ്രാവ ഗ്രന്ഥികളുമായി ബന്ധപ്പെട്ട ഹോർമോണുകളും എൻസൈംസുമാണ്. അപ്പൊ ഇതിന്റെ എല്ലാം ഇത് എന്താണ്, അതിന്റെ ബാലൻസ് തെറ്റി അതെല്ലാം താറുമാറാകുമ്പോൾ സ്വാഭാവികമായിട്ടും രോഗത്തിലേക്കും, അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഈ കൂടുതൽ അനുഭവിക്കുന്ന ഈ സൈറ്റോകൈൻ സ്ട്രോം എന്ന് പറയുന്ന അവസ്ഥ കൂടുതൽ ഉണ്ടാകുന്നതിന്റെ പിറകിലുള്ള ഒരു കാര്യം ഈ അമിതമായ ഭയമാണ്. അപ്പോൾ ആ ഒരു കെമിസ്ട്രി നമ്മളുടെ ശരീരത്തിൽ സ്വാഭാവികമായ ഒരു അവസ്ഥയിൽ നിന്നുള്ള കെമിസ്ട്രി മാറി അതൊരു ട്രിഗർ ഉണ്ടാക്കി പോകുന്ന ഒരു കെമിസ്ട്രിയിലേക്ക് ശരീരം മാറുകയാണ്. അപ്പോൾ അത് വളരെ അപകടകരമായ ഒരു കോംപ്ലിക്കേഷനിലേക്ക് എപ്പോഴും നയിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സാർ, രണ്ട്, ഈ മെസ്സഞ്ചർ RNA വാക്സിനെ കുറിച്ചുള്ള സാറിന്റെ സ്റ്റഡി എന്താണ്? ഉണ്ണി സാറിന്റെ സ്റ്റഡി എന്താണ്? അതിന്റെ ഫലപ്രാപ്തിയെ പറ്റിയിട്ടുള്ള ഒരു ഇതാണോ ചോദിക്കുന്നത്, അതോ രണ്ടായാലും റിലയബിലിറ്റി ആണോ ചോദിക്കുന്നത്? രണ്ടായാലും സാറിന്റെ രണ്ടായാലും ഒന്ന് പറയാമോ? റിലയബിലിറ്റി ആയാലും ഫലപ്രാപ്തിയെ കുറിച്ചായാലും ഉള്ള സാറിന്റെ സ്റ്റഡി എന്താണെന്ന് പറയാമോ? അത് ശരിക്കും അതിന്റെ വളരെ ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഞാൻ അത്ര ഡീപ്പായിട്ട് അതിനെ പറ്റിയിട്ട് ഞാൻ അതിനെ അനലൈസ് ചെയ്തിട്ടില്ല. അല്ല സാറേ, അവിടെയാണ് സാറേ ഞാൻ ഷാജി സാറിനെ കൂടി ഒന്ന് ഡോക്ടർ ഷാജി കുടിയാട്ടിന് കുറച്ചുകൂടിയും വ്യക്തമായിട്ട് പറയാൻ സാധിക്കുമായിരിക്കും. അല്ല ഷാജി സാറേ, ഞാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ ഭയം എന്ന് പറയുന്ന ഒരു സാധനം സാറിന്റെ എന്താ പറയാ, സാറിന്റെ പ്രസന്റേഷനും കൂടി വരുമ്പോ mRNA വാക്സിനേഷനിലും ഈ നമ്മുടെ ചിന്തകള് നമ്മുടെ വൈറ്റൽ ഫോഴ്സിനെ തന്നെ സ്വാധീനിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നു. സാറിന്റെ പ്രസന്റേഷനിൽ സാർ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഇപ്പൊ കേരളത്തില് ആത്മഹത്യ അത്രത്തോളം കൂടി വരികയും ചെയ്യുകയാണ്. സ്വാഭാവികമായും കഴിഞ്ഞൊരു 1.5 വർഷമായി വരുമാനം ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയും, വീണ്ടും RT-PCR റേറ്റ് കൂടുകയും TPR റേറ്റ് കൂടുന്നു എന്നുള്ള ഒരു ഭയവും എല്ലാം കൂടി വരുമ്പോൾ മൊത്തത്തിലുള്ള സാമൂഹിക അവസ്ഥയ്ക്ക് വലിയ ഡാമേജ് ഉണ്ടാവില്ലേ? അപ്പോൾ പിന്നെ കേരളത്തിലെ നമ്മുടെ ഒരു ഹോമിയോപ്പതി സമൂഹം തന്നെ എപ്പോഴെങ്കിലും ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇനിയും ഒരു ദിവസം താമസിക്കും തോറും അത് വലിയ ഡാമേജ് ഉണ്ടാവില്ലേ ഷാജി സാറേ? അതാണ് എന്റെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, mRNA വാക്സിനേഷൻ വഴി ഉണ്ടാവുന്ന ഡാമേജ്, ഈ ഇപ്പൊ ഉണ്ണി സാറ് ഭയം എന്ന് പറയുന്ന ഒരു സാധനം തന്നെ ഇത്രയും ഡാമേജ് ഉണ്ടാവുമെങ്കിൽ മെസ്സഞ്ചർ RNA വാക്സിൻ സ്വാഭാവികമായും നമ്മുടെ വൈറ്റൽ ഫോഴ്സിന് ഡാമേജ് ഉണ്ടാക്കില്ലേ? മെസ്സഞ്ചർ RNA നമ്മുടെ DNA മോഡിഫിക്കേഷൻ വരുത്താൻ പാകത്തിനുള്ള ഒരു ജീൻ തെറാപ്പി ആണ് എന്നാണ് അത് ആത്യന്തികമായിട്ട് മനസ്സിലാക്കേണ്ടത്. അത് വാക്സിൻ എന്നുള്ള പേരിട്ട് നമുക്ക് തരുന്നത് അതിന്റെ ഡേഞ്ചേഴ്സ് എന്നൊക്കെ, അതൊരു ട്രീറ്റ്മെന്റ് സൈഡിൽ വരുമ്പോൾ അതിന്റെ കോമ്പൻസേഷൻ വരുന്നു എന്നുള്ളത് കൊണ്ട് അതിന്റെ ആ ഒരു തലത്തിൽ അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടാൻ അത് വാക്സിന് വിളിച്ചു കഴിയുമ്പോൾ അവർക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പൊ ആ ഒരു തലം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പിന്നെ ഇതിന്റെ ഇൻഫ്ലുവൻസ് എങ്ങനെ വരും എന്നുള്ളത് ടോട്ടലി അൺപ്രഡിക്റ്റബിൾ ആണ്. അത് കാലത്തിലൂടെ തെളിയിക്കേണ്ടതാണ്. കാരണം ഇത് ഓരോ കൾച്ചറിലും അവരുടെ ആ മനസ്സിന്റെ ഇൻവോൾവ്മെന്റും കൂടെ കൂടിയാണ് അതിൻ്റെ ഒരു ടോട്ടലിസ്റ്റിക് എഫക്റ്റ് വെളിയിലോട്ട് വരാൻ പോകുന്നത്. അപ്പൊ ഈ ഭയം അവിടെ നിൽക്കുമ്പോൾ ആ ഭയത്തിന്റെയും കൂടെ കൂടി വരുമ്പോൾ ഉള്ള ഇൻഫ്ലുവൻസ് എങ്ങനെ ഒരു ഔട്ട്കം അത് വെളി വരും എന്നുള്ളത് ഒൺലി ടൈം ക്യാൻ സേ. നമുക്കിടെ എല്ലാം എല്ലാ ടോട്ടൽ ഒരു നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ ഒരു പ്രഡിക്ഷന് അതീതമാണത്. അപ്പൊ അത് ഒരു കാലഘട്ടം കഴിഞ്ഞു കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ ടോട്ടൽ അസസ്മെന്റ് എടുക്കാൻ പറ്റുള്ളൂ. അല്ല ഷാജി സാർ, എന്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു കഴിഞ്ഞ കോവിഡ് ഇപ്പൊ ഏകദേശം ഒരു 1.5 വർഷത്തോളം ആവുന്നു. ഈ 1.5 വർഷം മുമ്പ് ഹോമിയോപ്പതി ആഴ്സനിക് ആൽബം എന്ന് പറയുന്ന ഒരു മെഡിസിനിൽ മാത്രം ചിലപ്പോൾ ഈ ഭയം മാത്രമായിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു സാധനം വന്നിരുന്നു. അതിനുശേഷം നമ്മുടെ ഒരു ആഴ്സനിക് ആൽബം, ട്യൂബർക്കുലിൻ, ഫോസ്ഫറസ് പോലുള്ള ട്രയോലൊക്കെ അനിൽകുമാർ സാറൊക്കെ സക്സസ്ഫുൾ ആയിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ പറയുന്നു എന്ന് പറയുന്നു. പക്ഷെ ഇപ്പോ മീഡിയ അടക്കം സ്വാഭാവികമായിട്ടുള്ള കാര്യം, ഈ ഇലക്ഷന് മുമ്പൊക്കെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലും മറ്റുമൊക്കെ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് എന്നുള്ളൊരു സാധനമൊക്കെ മാധ്യമങ്ങൾ പമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ കേരളത്തിന് നല്ലൊരു ആരോഗ്യവകുപ്പ് മന്ത്രി ഉണ്ട് എന്നൊക്കെ ഉള്ള ഒരിതും, നമ്മൾ എവിടേക്കോ സേഫ് ആണെന്നുള്ള ഒരു തോന്നൽ കൊണ്ടുപോകാൻ ഗവൺമെന്റിനോ അല്ലെങ്കിൽ കേരള സമൂഹത്തിനോ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോ നമ്മളെല്ലാം കൈവിട്ടു പോയി എന്നുള്ളൊരു തോന്നലിലേക്ക് മാറുകയാണ്. അപ്പോൾ അത് സമൂഹത്തിന് മൊത്തത്തിലും
പിന്നെ ഈ ആഴ്സനിക് ആൽബം എന്ന് പറയുന്ന ഒരു മെഡിസിൻ കൊണ്ട് മാത്രമോ, അല്ലെങ്കിൽ ഹോമിയോപ്പതിയുടെ ഈ ഒരു എന്താ പറയാ, ഹോമിയോപ്പതിയുടെ ഒരു സിസ്റ്റം കൊണ്ട് മാത്രമോ ചെയ്യാൻ കഴിയുന്നതാണോ ഇപ്പൊ പോകുന്ന ഒരു രീതി? ഹോമിയോപ്പതിക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു വലിയ റോള് പ്ലേ ചെയ്യാനുണ്ട്. അത് കറക്റ്റായിട്ട് നമ്മൾ അസസ് ചെയ്ത് നടപ്പായി കഴിഞ്ഞപ്പോൾ ജപ്പാനീസ് എൻകഫലൈറ്റിസ് ഒക്കെ ഒറ്റ മെഡിസിൻ കൊടുത്തുകൊണ്ട് തന്നെ മാറാണ്ട് വന്നപ്പോൾ ട്രയോ വളരെ ഫലപ്രദമായിട്ട് അപ്ലൈ ചെയ്ത പോലെ ഇതിന് മൊത്തത്തിലുള്ള ആ സിറ്റുവേഷനെ അപഗ്രഥിച്ച് ഇതുമാതിരി ആ സിറ്റുവേഷനിലായിട്ടുള്ളതും അതിന്റെ കോംപ്ലിമെന്ററിയും പിന്നെ മയസ്മാറ്റിക്കുമായിട്ടുള്ള ഒരു ട്രയോ പോലെയുള്ള ഒരു കണ്ടിന്യൂഡ് ട്രീറ്റ്മെന്റ് കൊണ്ട് ബെറ്റർ എഫക്റ്റ് ഒരു വർഷം വരുത്താൻ നമുക്ക് സാധിക്കാനുള്ള ഒരു ബിഗ് പോസിബിലിറ്റി ഉണ്ട്. അതായാലും ഹോമിയോപ്പതി ആണ്, കാരണം ഇത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നെങ്കിൽ വൈറ്റൽ ഫോഴ്സിനെ സ്വാധീനിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കംപ്ലീറ്റ് ആയിട്ട്. അതിന് ചെയ്യാൻ പറ്റുന്ന ഇന്ന് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏക മെഡിസിൻ ഹോമിയോപ്പതി തന്നെയാണെന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാം, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അവിടെ തന്നെയാണ് ഹോമിയോപ്പതിക്കുള്ള റോളും. പക്ഷെ അവിടെയാണ് നമ്മുടെ ആ ഒരു ഭൗതിക തലം വിട്ടുള്ള ഒരു എനർജി പ്ലെയിനിലോട്ട് അല്ലെങ്കിൽ വൈറ്റൽ ഫോഴ്സിന്റെ തലത്തിലോട്ട് കടന്നു ചെന്ന് ഒരു ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ ഹോമിയോപ്പതിക്കുള്ള ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് സമൂഹത്തിന് ഒരു അവബോധം ഉണ്ടാക്കേണ്ടതിന്റെ ആവശ്യം. അവിടെയാണ് ആ ഒരു അവബോധമാണ് അവിടെ കോൺഫിഡൻസ് വരുത്തുന്നതും അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ നമുക്കും ലോകത്തിനും സാധ്യമാകേണ്ടത്. അവിടെ ഒരു വലിയ എഡ്യൂക്കേഷൻ ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു പോസിബിലിറ്റി സീറോ നോളജ് ആണ് സമൂഹത്തിനുള്ളത്. അവിടെയാണ് വലിയൊരു മാറ്റം നമ്മൾ വരുത്തേണ്ടത്. അത് എന്തുമാത്രം എഫക്റ്റീവായിട്ട് നമുക്ക് ഉടനടി ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം നമ്മുടെ സൂര്യകൃഷ്ണമൂർത്തി നമ്മുടെ മലയാളത്തിന്റെ ഉദ്ഘാടന സമയത്ത് പറഞ്ഞ മെസ്സേജ് പറഞ്ഞ പോലെ നമ്മൾ കിളി സ്വന്തം കൊക്കില് കുറച്ച് വെള്ളം എടുത്ത് കൊണ്ടേ തീ അണയ്ക്കാൻ ശ്രമിക്കുന്ന പോലെ നമ്മുടെ ശബ്ദം തുടർന്നുകൊണ്ടേ ഇരിക്കണം. അത് വളരെ പ്രധാനമുള്ളതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നമ്മുടെ സെഷൻ ഇപ്പൊ തന്നെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. എന്നിരുന്നാലും ഡോക്ടർ KG വേണുഗോപാലിന് കൂടി ഒരു അവസരം നൽകിയിട്ട് ശേഷം അദ്ദേഹം തന്നെ വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞ് ഡോക്ടർ ഉണ്ണിത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതുകൂടെ ഉണ്ണി പറഞ്ഞതിന് ശേഷം ഡോക്ടർ ഉണ്ണി പറഞ്ഞതിന് ശേഷം നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാവുന്നതാണ്. കാരണം ഇനി സമയം വൈകിയത് കൊണ്ട് തന്നെ പതുക്കെ നമുക്ക് നിർത്തേണ്ട സമയമായിരിക്കും. കാരണം 10-15 മിനിറ്റ് മുന്നിലാണ് ഇപ്പോൾ. ഡോക്ടർ വേണു. ഹലോ 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 കേൾക്കാം. ഞാനിവിടെ ഈ ഹാൻഡ് റൈസ് ചെയ്ത് ചർച്ചയുടെ ഒരു നിർണായക ഘട്ടത്തിലാണ്. അത് കഴിഞ്ഞ് സമയം ദീർഘിച്ചു. അപ്പോൾ എൻ്റെ സംശയം വേണമെങ്കിൽ എൻ്റെ സംശയമല്ല, ഞാൻ പറയാൻ ഉദ്ദേശിച്ച് പിൻവലിക്കാം. കാരണം അത് വീണ്ടും സമയം ഒരുപാട് അപഹരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും ഞാൻ ഒരു കാര്യം പറയാണ്. ഇവിടെ ഡോക്ടർ ഉണ്ണി വെളിയത്ത് ഉന്നയിച്ച ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കുകൾ അത് വളരെ പ്രസക്തമാണ്. കാരണം എപ്പോഴും ചെറിയൊരു തത്വമാണെങ്കിലും അതിൻ്റെ അത്യുന്നതങ്ങളിൽ എത്തിക്കാൻ ഈ വാക്കുകൾക്ക് കഴിയും. അതാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിച്ചത്. അത് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച അതിൻ്റെ സമയം ഡോക്ടർ ഹരിഹരൻ പറഞ്ഞ ഈ ഹോമിയോസ്റ്റാസിസും അതും നമ്മുടെ വൈറ്റൽ ഫോഴ്സ് തിയറിയും ഒക്കെ സംയോജിപ്പിച്ച് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ ഹോമിയോസ്റ്റാസ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, കിഡ്നിയുടെ പ്രവർത്തനമാണെങ്കിലും ബ്രെയിനിൻ്റെ പ്രവർത്തനമാണെങ്കിലും നമ്മുടെ ലോകത്തുള്ള ഒരു കമ്പ്യൂട്ടറിനും അനുകരിക്കാൻ പറ്റാത്ത ഒരു ശക്തമായ ഒരു ബ്രെയിൻ സിസ്റ്റമാണ് നമ്മുടെ തലച്ചോറിനുള്ളത്. അതിനെ ഒരിക്കലും ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ നമ്മുടെ കിഡ്നി നടത്തുന്ന ചെറിയൊരു പ്രവർത്തനം പോലും ഒരു സിമ്പിൾ ഡയാലിസിസ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ചെറിയ കുറച്ച് ടോക്സിക് സബ്സ്റ്റൻസിനെ മാറ്റാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. എങ്കിലും കിഡ്നിയുടെ ആ കംപ്ലീറ്റ് ഫങ്ഷൻ ഒരിക്കലും നമുക്കൊരു ലാബറട്ടറിയിൽ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ ടെമ്പറേച്ചറിൻ്റെയും പ്രശ്നം. ഇപ്പം നമ്മുടെ ശരീരത്തിലൊരു എൻസൈം, ഫോർ എക്സാമ്പിൾ ഒരു മുട്ട പോലും നമ്മുടെ പുറത്ത് അതിനൊരു എൻസൈമായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എത്രമാത്രം എനർജിയും ഹീറ്റും ഒക്കെ നമുക്ക് ആവശ്യമുണ്ടെന്ന്. അതായത് ഒരു മുട്ടയെ എൻസൈമാറ്റി ലാബറട്ടറിയിൽ മാറ്റണമെങ്കിൽ 1000-ൽ കൂടുതൽ സെൽഷ്യസ് ഹീറ്റ് വേണമെന്നാണ് നമ്മളെവിടെ പഠിച്ചിട്ടുള്ളത്. അതേ സാധനം ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കുമ്പോൾ ഒരു ചെറിയ ടെമ്പറേച്ചർ വേരിയേഷൻ പോലും ഉണ്ടാകുന്നില്ല. അതുപോലെയാണ് ശരീരത്തിൽ നടക്കുന്ന പല പ്രവർത്തനങ്ങളും. അപ്പം ശരീരത്തിൽ ഈ 1 ഡിഗ്രി സെൽഷ്യസ് കൂടുന്നത് പോലും
അവിടുത്തെ ഒരുപാട് പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുന്നുണ്ട്. പനി കൂടുമ്പോഴും ആ പനി കൂടുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ പറയുന്നത് ശരിക്കും ഒരു പോസിറ്റീവ് തന്നെയാണ്. കാരണം 1 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഒരുപാട് എൻസൈം ആക്ഷൻസും ഒരുപാട് കാര്യങ്ങളും കൺട്രോൾ ചെയ്തതിനാണ് ശരീരം അതിനെ ഹോമിയോസ്റ്റാസിസ് നിലനിർത്താൻ ശ്രമിക്കുന്നത്. പക്ഷേ മറിച്ച് നമ്മളവിടെ ഈ പനിയെ കുറയ്ക്കാൻ പാരസെറ്റമോൾ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ശരീരത്തിന് ദോഷം ചെയ്യുമെന്ന് തന്നെ നമ്മുടെ ഈ പറഞ്ഞ വാദങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ഈ വൈറ്റൽ ഫോഴ്സ് തിയറിയാണ്. ഹോമിയോപ്പതി ഏറ്റവും അധികം പ്രസക്തവും എന്നാൽ അതുപോലെ തന്നെ നമ്മുടെ ഹോമിയോപ്പതിയുടെ ഈ സിദ്ധാന്തത്തെ തന്നെ ഏറ്റവും എതിർപ്പ് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ വൈറ്റൽ ഫോഴ്സ് തിയറി. അതായത് ഒരു ഔഷധ വസ്തു നമ്മുടെ ശരീരത്തിൽ പ്രയോഗിക്കുമ്പോൾ അതൊരു കൃത്യമായ പ്രവർത്തനം സാധ്യമാകണമെങ്കിൽ അതിനൊരു പ്രതികരണവും ഉണ്ടാകും. ഒരു അതാണ് പ്രൈമറി ആക്ഷൻ സെക്കൻഡറി ആക്ഷൻ എന്നുള്ള രീതിയിൽ ഹനുമാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു ശരീരത്തിലൊരു ഔഷധം കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രൈമറി ആക്ഷനാണ്, പിന്നെ ശരീരം അതിനോടുള്ള പ്രതികരിക്കുന്നതാണ് സെക്കൻഡറി ആക്ഷൻ. അപ്പം അതുവഴി നമ്മൾ നേരത്തെ നിൽക്കുന്ന ഒരു സമാനമായ രോഗാവസ്ഥ പൂർണ്ണമായും പുറത്തേക്ക് തള്ളുവാൻ ശരീരത്തിന് കഴിയുന്നു. അപ്പോൾ അവിടെ ഈ വൈറ്റൽ ഫോഴ്സിൻ്റെ സാന്നിധ്യം വേണ്ടത് ഒരു പ്രതലം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നമുക്ക് ആ വൈറ്റൽ ഫോഴ്സിനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെ തന്നെയാണ് നമ്മുടെ എതിർകക്ഷികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ പണ്ടൊക്കെ നമുക്കറിയാം ഈതറും അതുപോലെ ഈ മാഗ്നറ്റിക് എനർജിയൊക്കെ നമ്മുടെ സഞ്ചരിക്കണമെങ്കിൽ ഈഥർ എന്നുള്ളൊരു മാധ്യമം ആവശ്യമാണെന്നൊക്കെ പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് പിന്നീട് സയൻസിൻ്റെ ഈ ഗുരുത്വാകർഷണ ബലത്തിനൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ പ്രകാശരശ്മികളൊക്കെ സഞ്ചരിക്കണമെങ്കിൽ ഈഥർ എന്നൊരു മാധ്യമം ആവശ്യമാണെന്ന് ന്യൂട്ടനും മറ്റും പറഞ്ഞിരുന്നു. പക്ഷെ അത് പിന്നീട് മനുഷ്യൻ തന്നെ അത് വീണ്ടും അതിനകത്ത് ഒരുപാട് സയൻറ്റിഫിക് റിസർച്ച് നടത്തി ഈഥർ എന്നുള്ള മാധ്യമത്തിൻ്റെ ആവശ്യകത അവിടെ മാറ്റിവെച്ചു. പക്ഷേ എങ്കിലും മറ്റൊരു മാധ്യമം അവിടെ തീർച്ചയായിട്ടും കാണും. ഇങ്ങനൊരു മാധ്യമം ഇല്ലാതെ ഒരു ശൂന്യതയിൽ കൂടി സഞ്ചരിക്കാൻ ഇതിനൊക്കെ പറ്റുമോ ഇല്ല എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇവിടുന്ന് നമ്മുടെ അന്തരീക്ഷം വിട്ടു പോകുമ്പോൾ അത് കുറയുകയാണ് ചെയ്യുന്നത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് വിശദീകരിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അത് ഒരിക്കലും അസത്യമായിരിക്കണം എന്നില്ല. അതുപോലെ തന്നെയാണ് ഈ വൈറ്റൽ ഫോഴ്സ് തിയറി എന്ന് ഞാൻ പറയുന്നത്. അത് ഒരു വ്യക്തിയുടെ അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഏതൊരു രോഗമാണെങ്കിലും ആരോഗ്യാവസ്ഥയാണെങ്കിലും രോഗാവസ്ഥയാണെങ്കിലും അതൊരു വ്യക്തിയുടെ ഒരു സമഗ്രമായ, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, മാനസികവും വൈകാരികവും ഭൗതികവുമായ തലങ്ങളിൽ സംഭവിക്കുന്ന ഒരു മാറ്റം തന്നെയാണ്. അത് ആരോഗ്യാവസ്ഥ അതിൻ്റെ നോർമൽസി ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് മാറ്റുമ്പോഴാണ് രോഗമുണ്ടാകുന്നതും അതിലേക്ക് തിരിച്ചു കൊണ്ടുവരലാണ് നമ്മൾ ഔഷധം ചെയ്യുന്നത്. അപ്പോൾ ഒരു കളക്റ്റീവ് റെസ്പോൺസാണ്. അങ്ങനെയുള്ളൊരു സമഗ്രമായൊരു പ്രതികരണശേഷിയെ ഉത്തേജിപ്പിക്കുകയാണ് നമ്മളൊരു ഔഷധം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഹനുമാൻ്റെ ഈ വൈറ്റൽ ഫോഴ്സ് തിയറിയുടെ ആപ്ലിക്കേഷൻ നമുക്കിപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിലും അല്ലെങ്കിൽ അതിന് നമുക്ക് ഒരു ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും അതിൻ്റെ സാധ്യത അവിടെയുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇന്ന് സമയം അതിക്രമിച്ചുകൊണ്ട് ഞാനതിൻ്റെ കൂടുതൽ തലത്തിലേക്ക് പോകുന്നില്ല. ഇത് കുറച്ചുകൂടെ വിശദമായിട്ട് പറയേണ്ട ഒരു ടോപ്പിക്കാണ്. എന്തായാലും ഞാൻ ഇവിടെ വെച്ച് ഈ സമയം അതിക്രമിച്ചുകൊണ്ട് അത് കൂടുതൽ ദർഹിക്കാതെ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എങ്കിലും ഇങ്ങനെ ഒരു അവസരം നൽകിയ ഇതിൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി രേഖപ്പെടുത്തിയും അതുപോലെ ഡോക്ടർ ഉണ്ണി വെളിയത്ത് വളരെ അദ്ദേഹം ഏതാണ്ട് പ്രാക്ടീസ് ആരംഭിച്ച കാലം തൊട്ട് എനിക്കറിയാം. അന്ന് തൊട്ടേ നമ്മുടെ പല ISKയുടെ പല നമ്മുടെ യൂണിറ്റുകളിലൊക്കെ ക്ലാസ് എടുക്കുകയും പിന്നീട് സയൻറ്റിഫിക് സെമിനാറുകൾ നടത്തുകയും അതിൻ്റെ ഭാരവാഹിത്വം വഹിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ആ സംഘടനയുടെ പ്രസക്തി നഷ്ടപ്പെട്ടു വരുന്ന അദ്ദേഹം തന്നെ തിരിച്ചറിഞ്ഞു. അപ്പോൾ കാരണം ഒരു സംഘടനയും നമ്മുടെ ഒരു ആവശ്യഘട്ടത്തിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നില്ല. ഈ IFPH പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു 10% പോലും മറ്റ് സംഘടനകൾ കളക്റ്റീവായി പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഹോമിയോപ്പതിക്കാർ തന്നെ നമ്മുടെ ആത്മഹത്യാപരമായ ഒരു നിലപാട് നിർത്തുന്നത് ദുഃഖകരമാണ് എന്ന് കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഇവിടെ ഇത്രയും നല്ല ഒരു സുദീർഘമായൊരു എന്താ പറയുക ഒരു പ്രസംഗം അല്ലെങ്കിൽ കുറേ വാക്കുകൾ ഇവിടെ അവതരിപ്പിച്ച് എല്ലാവരെയും ശരിക്കും സ്റ്റിമുലേറ്റ് ചെയ്ത ഈ ഉണ്ണി വെളിയത്തിന് ഞാൻ IFPHൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ഗുഡ് നൈറ്റ്. നല്ല വാക്കുകൾക്ക് നന്ദി. ഞാനും ഇനിയിപ്പോൾ അധികം സംസാരിച്ച് നീട്ടുന്നില്ല. എന്തായാലും നമ്മൾ എത്രത്തോളം ഹോമിയോപ്പതി പോലെ നമ്മൾ വാക്കുകൾ കൊണ്ടും മറ്റുള്ളവർക്ക് ദഹിക്കുന്ന രീതിയിൽ എത്രത്തോളം നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുമോ
അത്രത്തോളം നമ്മൾക്ക് അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു സന്ദേശവുമാണ് എനിക്ക് പറയാനുള്ളത്. അതിനുവേണ്ടി നമുക്ക് അക്ഷീണം പ്രവർത്തിക്കാം. ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ഒരുപടി എന്തായാലും മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. എന്തായാലും വളരെ വിഭിന്നമായ രീതിയിൽ പല വിഷയങ്ങളുമായിട്ട് നമ്മൾ ഇവിടെ കുറച്ചു നേരം സമ്പാദിക്കുമ്പോൾ നമ്മൾ എന്തായാലും ആ ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് കുറച്ച് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ സ്വപ്നങ്ങൾ പതുക്കെ അത് യാഥാർത്ഥ്യത്തിലേക്ക് വരുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി എനിക്ക് ഈ അവസരം തന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് എന്നെ നേരിട്ട് വിളിച്ച് ഇതിനു വേണ്ടിയിട്ട് സംസാരിക്കുകയും എന്നെ തയ്യാറെടുപ്പിക്കുകയും ചെയ്ത ഡോക്ടർ ധനേഷിന് ഞാൻ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട്, ഞാൻ ഇന്ന് ഡോക്ടർ വേണുഗോപാൽ സാറിനെ ഞാൻ വിളിച്ചിരുന്നു. ഞാനിങ്ങനെ കാര്യങ്ങൾ എഴുതി വന്നപ്പോൾ പണ്ട് നമ്മൾ പഠിച്ചു പോയ കാര്യങ്ങളിലൊക്കെ ചില സംശയങ്ങൾ, അപ്പൊ ഇങ്ങനത്തെ ചില തയ്യാറെടുപ്പുകൾക്ക് അങ്ങനെയുള്ള ചില സംശയ ദൂരീകരണത്തിന് സാധിക്കുമെന്ന് കൂടി ഞാൻ പറയുകയാണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ആ ഒരു വിഷയത്തിൽ പ്രഗത്ഭരും അല്ലെങ്കിൽ അതിനകത്ത് അക്കാദമിക് തലത്തിൽ കൈകാര്യം ചെയ്ത് അപ്ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരുമായിട്ട് ബന്ധപ്പെടാനും അത് സംശയ ദൂരീകരണത്തിന് സാധിക്കുകയും കൂടി ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഉണ്ടാകുന്നു എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട്, അത് എനിക്കും അതൊരു ഉപകാരപ്രദമായ ഒരു കാര്യമായി തീർന്നു എന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഡോക്ടറെ, നമ്മുടെ ദേവൻ ഡോക്ടർ കൈവക്കിയിട്ടുണ്ട്. ഒരു മിനിറ്റ് ദേവൻ ഡോക്ടർക്ക് ഒന്ന് സംസാരിക്കാൻ അവസരം കൊടുക്കുക. ധനേഷ് ഡോക്ടറെ പ്ലീസ്. ദേവൻ ഡോക്ടർക്ക് വരാം. ദേവൻ ഡോക്ടർ നമസ്കാരം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. വൈകിയ വേളയിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ വൈകിയ വേളയായതുകൊണ്ട് ഞാനത് പറയുന്നില്ല. കാരണം നമ്മൾ കുറച്ച് കാൽപ്പനികമായിട്ടാണ് ചിന്തിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അത് ഏതൊരു വിമർശനമല്ല. എന്തായാലും ഉണ്ണി വെളിയത്തിന്റെ ക്ലാസ്സുകൾക്ക് നല്ല കൊള്ളാം, നന്നായിട്ടുണ്ട്. പക്ഷെ നമ്മൾ കുറച്ചുകൂടി നമ്മളൊരു റിയലിസ്റ്റിക് ആയിട്ട് വരുന്നില്ല. നമ്മൾ പലപ്പോഴും വളരെ കാൽപ്പനികമായിട്ട് പോകുന്നു. ഈ നമ്മൾ പിന്നോക്കം പോകുന്നതിന് പിന്നിലെ ഒരുപാട് രാഷ്ട്രീയ സാമ്പത്തിക കാരണങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ കാണാതെ ഇതിനെ മൊത്തം ഒരു ആഴ്സനിക്ക് മാത്രം കൊണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. പിന്നെ വൈറ്റൽ ഫോഴ്സിനെ കുറിച്ചും പിന്നെ ഹോമിയോപ്പതിയുടെ കൺസെപ്റ്റിനെ കുറിച്ചും ഒക്കെ കുറച്ച് സംസാരിക്കാൻ ഉള്ളൊരു കാര്യമാണ്. അത് ഇപ്പോൾ ഈ വൈകിയ വേളയിൽ എന്തായാലും ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. ക്ലാസ്സിന് നന്ദി. എന്തായാലും ഡോക്ടർ ദേവൻ പൊന്നിപ്പത്തിന് അതിനൊരു അവസരം നമ്മൾ തരുന്നുണ്ട്. അപ്പൊ അതിന് തയ്യാറായിക്കൊള്ളുക. ഡീറ്റെയിൽ ആയിട്ട് ഒരു ദിവസം നമുക്ക് ഈ വേദിയിൽ സംസാരിക്കാം. അപ്പൊ അങ്ങനെ ഒരു അവസരം തന്നെയാണ് തുറന്നു തരുന്നത്. എന്തായാലും ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും IFPCയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നാളെ 327-ാം ദിവസമാണ്. നാളെ നമ്മുടെ ശ്രീധര കുറുപ്പ് സാറാണ് വരുന്നത്. കുടുംബ ബന്ധങ്ങളിൽ ഹോമിയോപ്പതി എന്ന വിഷയമായി. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി നേരുന്നു. നന്ദി.